ഇനി കുറച്ച് ഷോർട്ടായിട്ട് പറയണങ്ങ് പറയേണ്ടതാണ്. നിങ്ങൾ അവിടെ വന്നു, അവിടെ വന്നു, നിങ്ങളുടെ അവിടെ തീ കത്തി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഉള്ളത് സാധാ രീതിയിൽ സംസാരിക്കാൻ വരണം. സാധാ രീതിയിൽ സംസാരിക്കാൻ വന്നില്ലെങ്കിൽ വേലക്കാരീനെ ചെന്ന് ഏൽപ്പിച്ചിട്ട് ഇവിടെ ആവശ്യമില്ലാണ്ട് വന്നിട്ട് വെറുതെ ഓരോരോ ഈ ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഓരോ വെടിത്തം പൊരുമ്പളയാൻ കാര്യമില്ല. സമയത്തിന് ആര് പറഞ്ഞു എന്ത് ചെയ്തു എന്നാണ്. വേലക്കാരിഞ്ഞ് വിട്ടാൽ ഞാൻ എന്താ പറയുള്ളൂ. ഞാൻ ഇന്നലെ ഇവിടെ രാവിലെ വന്നുള്ളൂ. ബാക്കിയൊന്നും പറയേണ്ട കാര്യമില്ല. ഇവിടെ 4 ആൺപിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു, 24 വയസ്സുള്ളവർ. പക്ഷേ അവരോട് ഞാൻ ചോദിച്ചു ഇവിടെ ആരെ ഇങ്ങനെ ഗാർഡൊന്നും വിളിക്കണേ. അവർക്ക് തന്നെ അറിയില്ല മലയാളി ആണോ, മലയാളി പാരൻസ് ഉണ്ടായതാണോ. അതെ, മോളിൽ പറഞ്ഞ ആളുണ്ട്. അപ്പോൾ മലയാളി പാരൻസ് ഉണ്ടായതാണ്, മുഖത്ത് നോക്കി സംസാരിച്ചോടെ. അറിയില്ലെങ്കിൽ പിന്നെ എന്താ സംസാരിക്കാണ്ടിരുന്നിട്ട് എന്ത് കാര്യം. മലയാളിയാണെങ്കിൽ നിങ്ങൾക്കല്ലേ നാണക്കേട് സംസാരിക്കാതിരുന്നു കഴിഞ്ഞാൽ. ആരെങ്കിലും അങ്ങനെ സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടാക്കാൻ മുഖത്തേക്ക് സംസാരിക്കണം. അത് പറ്റണല്ലോ ഞങ്ങൾക്ക്, അല്ലേ? അതുപോലെ കുറേ കാര്യങ്ങളുണ്ട്. പേടിയും ക്ഷീണമുള്ളവർക്ക്, ധൈര്യം ഇല്ലാത്തവർക്കാണ് കുടിച്ച് റഗടിച്ച് നടക്കേണ്ടത്. സ്വന്തം തന്തിയും തള്ളി കുടിച്ച് റഗടിച്ച് നടന്ന് കുറേ മണ്ഡലശിവനും നിർജീവമായതും നശ്വരമായതും ത്തിൽ നിരങ്ങി നീങ്ങിയിട്ട് അത് നിങ്ങളുടെ തന്ത തള്ളയായിരുന്നു കുട്ടി ചത്തത്. കുറേ നാൾ കഴിഞ്ഞ് 48-50 വയസ്സായിട്ട് കുടിച്ചിട്ട് കടിച്ച് കിടന്ന് ചത്തതാണോ? അതാണ് പിടിച്ച് നിൽക്കലെന്ന് തെറ്റിദ്ധരിപ്പിച്ചിട്ട് സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്. ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് നടന്നിട്ട് 20 വർഷം കുടിച്ച് ഡ്രഗ് അടിച്ച് ഞാൻ നടക്കാൻ പോയാൽ ആരെയും എനിക്ക് അങ്ങനെ ഡ്രഗ് അടിച്ച് കുടിപ്പിക്കാൻ പോയാൽ ഇല്ല. അതാണ് ആൾക്കാർക്ക് ഇതില്ലാത്തത്. എന്നിട്ട് കുറേ കുറ്റകൃത്യങ്ങളും തമ്മിൽ കൊല്ലിച്ചിട്ട് കുറേ പറയലും വെളിവില്ലാത്തവർക്ക് ഡ്രഗ് അഡിക്ട്സ് എന്തെങ്കിലും പറയിപ്പിച്ച ഡയലോഗ് പറയേണ്ടത്. ഓരോന്നായിട്ട് വരാറിയില്ല, 2 പേരായിട്ട് വരാറിയില്ല, 15 പേരായിട്ട് വന്നാലേ കാര്യമുള്ളവർക്ക്. പുറത്തുനിന്ന് നോക്കിയത് ഇങ്ങോട്ട് വരുത്തിക്കാൻ വേണ്ടിയാണ് ഞാൻ പുറത്തുനിന്നത്. അത് പറ്റില്ല അവർക്ക്. അവിടെ വളവ് എന്ന് പറഞ്ഞ് നരകി നീങ്ങി മൂട്ടിന്ന് വളി വിട്ടണ പോലെ വായക്കൂടെ വിട്ടിട്ട് എന്താ കാര്യം. റൂമിലിരിക്കാൻ നിങ്ങളാണ് റൂമിലിരിക്കുന്നത് ഡ്രഗ് അടിച്ച് കുടിച്ചിട്ട്. അതിന് വിപരീതം അവിടെ പറഞ്ഞിട്ട് ഞാൻ എന്താ വണ്ടിയാണോ? അല്ലെങ്കിൽ രാവിലെയും മഴക്കാലത്തും വെയിലത്തും റോട്ടിൽ 2 വർഷം ഇവിടെയെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഉരുണ്ട് റോട്ടിൽ ഉരുണ്ട് കളിച്ചോണ്ടിരിക്കണ, ഡ്രസ്സിന് തേയ്മാനം വരുത്തിക്കണ. 24 മണിക്കൂറും 12 മണിക്കൂറും 8 മണിക്കൂറും റോട്ടിൽ ഇങ്ങനെ ഉരുണ്ട് കളിക്കാം. തെറ്റിൽ ഉരുണ്ട് കളിക്കില്ലേ, അതുപോലെ ഉരുണ്ട് കളിക്കാം മഴക്കാലത്തും വെയിലത്തൊക്കെ. ആ ഷാജു എന്ന് പറഞ്ഞ പേര് വിളിക്കുക, സംസാരിക്കാൻ ഊമനാണ് പെണ്ണാണെന്നൊക്കെ പറഞ്ഞ് നടക്കണ്ടായിരുന്നില്ല. അത് ചാക്കം എടുക്കുന്നുണ്ട്. എല്ലാ കുരുട്ടും വന്നുള്ള പാരലിസിസ് ആക്കാനായിട്ട് നിങ്ങൾ തമ്മിൽ അരുന്നൂട്ടി അമിച്ചു കൊടുക്കേണ്ടത് തന്നെയാണ്. എന്നിട്ട് അവരാവശ്യപ്പെടാണ്ട് ഞാൻ അവർക്ക് വേണ്ടി സ്തുതിച്ച് പ്രാർത്ഥിപ്പിക്കാനായിട്ട് പോകണം. ധൈര്യമുള്ളവരല്ല ചെയ്യുക. ധൈര്യമുള്ളവരല്ലാണ്ട് നിങ്ങൾ റൂമിൽ സ്വന്തം കാര്യങ്ങൾ നോക്കി സ്വന്തം ആരും പറയിപ്പിക്കാണ്ട് ആവശ്യത്തിന് പുറത്തേക്ക് പോയിട്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. അല്ലാണ്ട് റോട്ടിൽ ഉരുണ്ട് കളിക്കാൻ പറ്റുമോ? റോട്ടിൽ വേറെ ഇവിടെ ഒരു പൊക്കത്തിലിരിക്കുമ്പോൾ അവിടെ റോഡിൻ്റെ അരികത്ത് ഒരു ചെറിയൊരു ഷെഡ് പണിതിട്ട് 8 മണിക്കൂർ 12 24 മണിക്കൂർ മഴയാണെങ്കിലും ഇടിമിന്നലാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും അവിടെ ഇരിക്കാമെന്ന് പറയുമോ? ഭക്ഷണം കൂടിയൊന്നും ഇല്ലാണ്ട് സ്വന്തം കാര്യങ്ങൾ ചെയ്യാണ്ട് അവിടെ ഇരിക്കാമെന്ന് പറയുമോ ആരെങ്കിലും? നിങ്ങൾക്ക് തലയ്ക്ക് സുഖമില്ല, അതാണ് ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കുന്നത്. ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കുന്നവർക്ക് തലയ്ക്ക് വെളിവില്ല. ആരും പറപ്പിച്ച് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ചൂറ്റി പോയവരും ഗ്ലീഷും ഗുഡ് കഴിച്ച് നടന്നവരും സീജറോയിൽ തന്നെയല്ല നടക്കുന്നത്. എന്നുവെച്ചാൽ അവരാവശ്യപ്പെടാണ്ട് ഞാൻ പോണ രീതിയിൽ പോകണം. ധൈര്യമുള്ള 21 കിലോമീറ്റർ നടന്ന് സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്ത് വരുമോ? നിങ്ങളാണെങ്കിൽ എന്തെങ്കിലും നടക്കാനെങ്കിലും പുറത്തേക്ക് ഇറങ്ങുമോ? അതും 23 കിലോമീറ്റർ ആരും പറയിപ്പിക്കാണ്ട് അടുപ്പിച്ച് പോയി ഒരു റെസ്റ്റ് ഇല്ലാണ്ട് പോയി തിരിച്ചു വരുമോ നീ? ഇല്ല. ഇതൊക്കെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇത്ര പറയാനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഓരോ വിഡിത്ത മരുന്ന് കൂട്ടി വാങ്ങാണ്. എനിക്ക് അവിടെ ചെന്നാലും ഇവിടെ ചെന്നാലും ഇത് പറയേണ്ട കാര്യമുള്ളൂ. നിങ്ങൾ ആരെയും അങ്ങനെ കാർഡ് വിളിക്കണം, നിങ്ങൾക്ക് തന്നെ അറിയില്ല ആരെക്കുറിച്ച് പറയണമെന്ന് അറിയോ? അവിടെ 4 പേര് 24 വയസ്സുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ മലയാളി പാരൻസ് ഉണ്ടായതല്ലേ, മലയാളി പാരൻസ് ഉണ്ടായതാണ്, പക്ഷെ ഞങ്ങൾക്ക് അവർക്ക് സംസാരിക്കാൻ ധൈര്യമില്ലാന്ന്. അങ്ങനെയാണ് പിന്നെ മലയാളി ആയിട്ട് നിങ്ങൾക്കല്ലേ നാണക്കേട്. മലയാളി സ്പെഷ്യലായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ മുഖത്ത് നോക്കി നിങ്ങൾ ഇതുവരെ സംസാരിച്ചിട്ടില്ലെങ്കിൽ സാധാ രീതിയിൽ സംസാരിക്കാറിയില്ല. സാധാ രീതിയിൽ സംസാരിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും നോക്കി വന്നു, അപ്പോൾ അതിനനുസരിച്ച് ഇൻട്രസ്റ്റ് ആയിട്ട് സംസാരിക്കാൻ വരില്ലേ? അത് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് അപാകത, നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്. അപ്പോൾ ഞാൻ സുഖം ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. എൻ്റെ ഡാഡിയും മമ്മിയും നിങ്ങൾക്ക് പരിചയമൊന്നുമില്ലല്ലോ. ഇവിടെ ക്യാമറ പ്രൂഫും അങ്ങനെയൊന്നും ഇല്ലല്ലോ. ക്യാമറ പ്രൂഫ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വേറെ രീതിയിൽ പറഞ്ഞോളൂ.
ഇവിടെ ക്യാമറ പ്രൂഫൊന്നും ഇല്ലല്ലോ. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. ഇവിടെ കാല് കുത്തിയത് ഇന്നലെ രാവിലെ ഫ്ലാറ്റിലാണ് വന്നുള്ളൂ. നിങ്ങൾ എന്നോട് മുമ്പ് സംസാരിച്ച് പരിചയമായിട്ട് അങ്ങനെ ഒരു സമയമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുമ്പ് ഞാൻ നിങ്ങളെൻ്റെ മുഖത്ത് സംസാരിച്ചിട്ട് പരിചയമൊന്നും ഉണ്ടായിട്ടില്ലേ? നിങ്ങളെൻ്റെ മുഖത്ത് സംസാരിച്ചിട്ടും ഇല്ലേ? നിങ്ങളെൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ ചൂറ്റിപ്പോയ കേസുകളെ വീണ്ടും ഉഷിപ്പിക്കാനും എന്നെ തന്നെ ഉഷിപ്പിക്കാനും എന്നെ തന്നെ പഠിപ്പിക്കാൻ ഞാൻ നിങ്ങളോട് ആവശ്യമായിട്ട് സംസാരിക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്കറിയാം അതൊരാൾ സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ട്, അവരോട് നിങ്ങൾക്ക് സംസാരിക്കാൻ അറിയാണ്ട് വയസ്സ് അവരെ കുറിച്ച് ചോദിച്ചിട്ട് വന്നിട്ട് എന്താ കാര്യം? വയസ്സ് അവരെ കുറിച്ച് ചോദിച്ച് വന്നാൽ ഞാൻ എന്താ വെച്ചാൽ പറയേണ്ടത്? ഞാൻ വന്നില്ല, ഇവിടെ പാല് പൂട്ടിരിക്കുക, ഇവിടെ വെള്ളം പോകണില്ല, പിന്നെ വരേണ്ട കാര്യം എനിക്ക് മുൻകൂട്ടി കാണാൻ പറ്റും. പിന്നെ എന്തിനാണ് അവർ വെറുതെ ചേർന്ന രാജ്യമില്ല പിന്നെ വരാം പോയി സാധാ രീതിയിൽ സംസാരിക്കാൻ വന്നാൽ അതുകൊണ്ട് പറഞ്ഞു ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. നിങ്ങൾ ഇവിടെ ക്യാമറ പ്രൂഫൊന്നും ഇല്ലല്ലോ. എൻ്റെ ഡാഡിയും മമ്മീനും നിങ്ങൾക്ക് നേരത്തെ അറിയില്ല എന്ന് നിങ്ങൾ പറയണോ? എന്നെ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നിങ്ങളെ ഞാൻ അറിയണ പോലെ കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഇത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്. 20,000 പേര് യൂട്യൂബ് നോക്കുന്നെങ്കിലും ലൈക്ക് കിട്ടണമെങ്കിലും ഇൻസ്റ്റാഗ്രാമിൽ 6,000 തൊട്ട് 8,000 പേരും അത് കഴിഞ്ഞ് 10,000 പേരും ഒരു 4 വർഷത്തിനുള്ളിൽ കാണുന്നതും അങ്ങനെയാണ്. 10,000 വ്യൂസ് വരുന്നത് അങ്ങനെയല്ലേ? അതുകൊണ്ട് ഒരു വ്യൂ എന്നാണോ ഞാൻ പറഞ്ഞത്? അത് 5 വ്യൂ എന്നാണോ ഞാൻ പറഞ്ഞത്? നിങ്ങൾക്ക് ഒരു മുൻകൂട്ടി കണ്ടാൽ മനസ്സിലാക്കാൻ അറിയില്ലേ? നിങ്ങൾ എൻ്റെ പണ്ട് 2022 എൻ്റെ അനാലിറ്റിക്സിൽ നോക്കിയാൽ മതി, 8,000 വ്യൂസ് എന്ന് കാണിക്കും. 8,000 വ്യൂസ് ഇൻ 2 months, 8,000 വ്യൂസ് ഇൻ 7 months. അന്ന് 2022. ഇപ്പോൾ 2026 ആയില്ലേ? ഒരു 4.5 വർഷങ്ങൾ തീർന്നില്ലേ? അപ്പോൾ എത്ര വ്യൂസ് അതിൻ്റെ? അതിൽ പറയണേ 8,000 വ്യൂസ് ഇൻ 7 months എന്നാണ് പറയണേ, അല്ലെങ്കിൽ 8,000 വ്യൂസ് 6,000 വ്യൂസ് ഇൻ 3 months. അപ്പോൾ ഇപ്പോൾ 2020 കഴിഞ്ഞിട്ട് ഒരു 4.5 വർഷങ്ങൾ തീർന്നു. വയനാടും കോണം എല്ലാം കൊറോണയൊക്കെ തീർന്നിട്ട് ഇവിടെ വരെ എത്തിയിട്ടുണ്ട്. പോപ്പ് എല്ലാം ചത്തു കഴിഞ്ഞിട്ട് April 21 കറക്റ്റ് ഡേറ്റില്ല, 2019 2025 എന്ന ബാപ്റ്റിസം ചെയ്ത ഡേറ്റ് എന്ന രീതിയിൽ. അപ്പോൾ ഇപ്പോൾ ഒരു 10,000 വ്യൂസെങ്കിലും കണക്ക് കൂട്ടാം ഇൻസ്റ്റാഗ്രാമിൽ അല്ലേ? അന്ന് പിന്നെ യൂട്യൂബിൽ ഇപ്പോൾ അനാലിറ്റിക്സ് കാണും 15,000 വ്യൂസ്, അല്ലെങ്കിൽ 19,000 വ്യൂസ്, 18,000 വ്യൂസ്. അതാണ് 20,000 പേരെയും കണ്ടിട്ടുണ്ടെന്ന്. ലൈക്കും ഇതിനെ കാണിക്കുന്നില്ല, എല്ലാവരും കാണിക്കുക ഇത്ര വ്യൂസ് ഉണ്ട് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കേൾക്കത്തൊക്കെയാലും പറയണേ. ഞാൻ ഇന്നലെ രാവിലെ ഇത്രയും പ്രതീക്ഷ മതി നിങ്ങൾ. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. നിങ്ങളെന്നെ മുമ്പ് കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് ധൈര്യമില്ലാത്തത് എൻ്റെ നേരെ ചൂണ്ടി കാണിച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ഡ്രഗ് അടിച്ച് പൊടിച്ച് റൂമിൽ കയറിയിരിക്കുകയാണ് അല്ലേ? എനിക്ക് ആവശ്യമുള്ളത് ചെയ്തിട്ട് പുറത്ത് ആവശ്യമുള്ളത് കാര്യങ്ങൾ ചെയ്ത് ഞാൻ ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ഇവിടുത്തെ കാര്യം വിഡ്ഢികളെ കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ കാര്യമില്ല. നിങ്ങൾ ഏത് വിഡ്ഢിനെ സ്വപ്നമാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ. നിങ്ങൾക്കിവിടെ പ്രൂഫും ഞങ്ങൾ ഇവിടെ ഉണ്ടെന്നുള്ള ഞങ്ങൾ രാവിലെ നിങ്ങൾക്ക് ഇവിടെ വന്ന് മുമ്പ് സാധാ രീതിയിൽ സംസാരിച്ച് പരിചയം വന്നിട്ടൊന്നുമില്ലല്ലോ. ഇല്ല. അപ്പോൾ ചൂറ്റിപ്പോയ ഗുഡ്കേനെ പറഞ്ഞിട്ടോട്ട് കാര്യമില്ല. അവരിതൊന്നും പറയില്ല. അവർക്കിത് പറയേണ്ട കാര്യമില്ല. അവർക്ക് മലയാളം തന്നെ മര്യാദയ്ക്ക് പറയാറിയില്ല. അനിയന്മാർ നിങ്ങളെ മുഷിപ്പിക്കാനും എന്നെ മുഷിപ്പിക്കാനും എന്നെ തന്നെ മടുപ്പിച്ചിരിക്കാനും എനിക്ക് ആഗ്രഹമില്ല. അതുകൊണ്ടാണ് പറയണേ. അതനുസരിച്ച് പറയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ വേറെ ഒന്നും പറയില്ല. നിങ്ങൾ ഇനി കൂടുതലായിട്ട് നിങ്ങൾ പറയണ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ക്യാമറ കണക്ഷൻ എൻ്റെ കയ്യിലിരിക്കും. ശ്രദ്ധ കേന്ദ്രം പോയിട്ട് നിങ്ങളെ നോക്കിയിരിക്കും. ഞാൻ നിങ്ങളെ ഒളിഞ്ഞ് നോക്കണല്ലേ. ഞാൻ പറയാൻ വീട്ടുകാരെ കുറിച്ചോ അനിയന്മാരും അനിയത്തിമാരും കസിൻസും സ്കൂളിൽ പിള്ളേരും കോളേജിൽ 4 വർഷം ഉണ്ടായവരും അവരെ കുറിച്ചും ആരും കുറ്റം പറയുന്ന നടക്കാൻ ഞാൻ പോയിട്ടില്ലല്ലോ. ഗോസിപ്പിനൊന്നും എന്നെക്കുറിച്ച് പറയാനോ എന്നെ തന്നെ ഒളിഞ്ഞ് നോക്കാനോ എല്ലാവരുടെയും മൊബൈൽ പാസ്വേഡ് നോക്കാൻ ഞാൻ പോയിട്ടില്ലല്ലോ. നിങ്ങൾ ഇനിയും മൊബൈൽ ഒളിഞ്ഞ് നോക്കേണ്ടതെന്നൊക്കെ വലിയ പ്രൂഫ് കൊണ്ടുവന്ന ഒരു ബൗണ്ടറിക്ക് അനുസരിച്ച് പറയാം. അല്ലെങ്കിൽ നിങ്ങളുടെ ബൗണ്ടറി വിട്ടിട്ട് നിങ്ങളിങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ എല്ലാ കാര്യം വെളിവാക്കും. അത് എൻ്റെ ഭാഗത്തു നിന്നുള്ളൂ. കാരണം വേലക്കാരിയോട് സംസാരിച്ച പോലെയല്ല. അത് വേണ്ടാന്ന് വിചാരിച്ച് സാധാരണ ചോദിച്ചിട്ട് പോയി. അപ്പം നിങ്ങളായിട്ട് എന്തെങ്കിലും 4 പേര് 24 വയസ്സ് വരെ വരാണെങ്കിലും എന്താ പെണ്ണുങ്ങൾ കൊണ്ട് വരേണ്ട കാര്യമില്ല. എനിക്ക് അതിന് താല്പര്യമില്ല. ഇവിടെ പെണ്ണുങ്ങളല്ല സംസാരിക്കുന്നത്. പെണ്ണുങ്ങൾ ഇത്ര ധൈര്യത്തിൽ സംസാരിക്കില്ല. അവരുടെ ശബ്ദം കേട്ടിട്ടില്ലേ? കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണ കുറേ ഭർത്താക്കന്മാരുടെ കൂടെ വളു എന്ന് പറഞ്ഞിരിക്കാറിയാം. യൂട്രസ് ഉള്ളവർ, ശിഖണ്ഡികളെ അരച്ച് നടക്കുന്നവരും ശിഖണ്ഡികളും പെണ്ണുങ്ങളും പുരുഷന്മാരും ഒന്നടങ്കം ഓരോ വിഡ്ഢി ഗ്രൂപ്പിൽ കയറിയിരിക്കണ പോലെയാണ്. ഹിന്ദി കുട്കകളും മലയാളി പാൻപരാഗും മലയാളി ചുണ്ണാമ്പും തമ്മിൽ എരനൂട്ടി വാങ്ങിച്ചു കൊടുക്കണവരും. അത് പറയണേ. ഇത്ര നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾ ശരിക്കുള്ളതാണെന്ന് വിചാരിച്ചു അല്ലേ?
നിങ്ങൾ വേറെ രീതി ശരിക്കുള്ളത് തന്നെ വിപരീതം കണ്ടിട്ട് വേറെ രീതിയിൽ ശരിക്കുള്ളതിനെ വേറെ ഏത് വിഡിനെ സ്വപ്നം കണ്ടിട്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ എനിക്കിങ്ങനെ ചോദിക്കാം, എൻ്റെ 5 മൊബൈൽ ഇതുവരെ പോയിട്ടുണ്ട് അല്ലേ? പഴയത് വീണ്ടെടുക്കായിരുന്നു, പുതിയത് മേടിക്കാണ്ട്. ഇംഗ്ലണ്ടിലും ഛത്തീസ്ഗഡിലും തൃശ്ശൂരും പലയിടത്തായിട്ട് 5 മൊബൈൽ ഇതുവരെ പോയിട്ടുണ്ട്. അത് വീണ്ടെടുക്കായിരുന്നു, പഴയത് വീണ്ടെടുക്കായിരുന്നു, പുതിയത് മേടിക്കാണ്ട്. പോലീസ് എനിക്ക് എൻ്റെ ക്യാമറ കണക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പം ഞാൻ അവിടെ കുടിച്ചിട്ടൊക്കെ അടിക്കാനും ഗോസിപ്പിനൊന്നും പോയിട്ടില്ലല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ മൊബൈൽ കണക്ഷൻ ഇരിക്കേണ്ടതാണ്, അത് എൻ്റെ കയ്യിൽ ഇരിക്കാൻ പറയും. പിന്നെ എൻ്റെ തന്തേനെ കൊണ്ട് നിങ്ങൾ മൊബൈൽ കണക്ഷൻ എൻ്റെ കയ്യിൽ ഇരുത്തിപ്പിക്കുകയും ചെയ്യും. ബാക്കി എല്ലാ നിങ്ങളുടെ പ്ലാനുകളും ഇപ്പോൾ സ്മൂത്തായിട്ട് കാര്യങ്ങൾ നടന്നുകൊണ്ട് ഇങ്ങനെ ഇവിടെ വരെയൊക്കെ പോണ രീതി എല്ലാം പോയിട്ട് എല്ലാ രീതിയിലും കട പട പട എന്ന് പറഞ്ഞ് തിരിമറി വന്നിട്ട് ആകെ ഇതാവും. അതുകൊണ്ടാണ് നിങ്ങൾ ഇതൊക്കെ ഞാൻ ചോദിക്കുമെന്ന് അറിയുന്നതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വരാത്തത്. അത് നിങ്ങളുടെ ധൈര്യമില്ലായ്മയാണ്, നിങ്ങളുടെ കൺഫ്യൂഷൻ, നിങ്ങളുടെ ചഞ്ചലാവസ്ഥ, നിങ്ങളുടെ പഴകിയ സൂക്ഷിച്ചാവസ്ഥ. അത് എൻ്റെ നേരെ ചൂണ്ടിക്കാണിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായ? അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിട്ട് പറയേണ്ടതുള്ള ഹിന്ദി കുട്ടികളൊന്നും പറയില്ല. പിന്നെ എന്താ ഞാൻ പറഞ്ഞത്, ഈ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇവിടെ ഇന്നലെ ആദ്യമായിട്ട് വന്നോളൂ രാവിലെ. നിങ്ങൾക്ക് എന്നെ മുമ്പ് കണ്ട് പരിചയമായിട്ട് സംസാരിച്ച ഒരു അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ ഇന്നലെ വരണം. അപ്പോൾ നിങ്ങളിവിടെ ആരൊക്കെ എന്നൊക്കെ വിളിക്കണേ അറിയാം. 4 പേര് 24 വയസ്സുകാരോട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പറയാം. നിങ്ങൾക്ക് വലിയ പ്രൂഫൊന്നും ഇല്ലല്ലോ. നിങ്ങൾ കുടിച്ചിട്ട് നടക്കുന്നവരല്ലേ. ബോധമില്ലാത്തവരോട് സംസാരിക്കുമ്പോൾ എനിക്ക് ഈസിയാണ്. കൂടുതലും നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പല രീതിയിൽ എനിക്ക് പറ്റും ചെയ്യും. നിങ്ങൾ ബോധമില്ലാണ്ട് ഡ്രഗ് അടിച്ച് നടക്കുന്നതുകൊണ്ട് ഈ കൂടുതലായിട്ട് നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ഈ ബ്രെയിൻ വാഷ് കൊണ്ട് നേരെ നിങ്ങളുടെ റൂമിൽ കയറി ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കിക്ക് കൂടുതൽ നിങ്ങൾ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട് എന്താവാൻ പോകണമെന്ന് എനിക്കാനറിയില്ല. നിങ്ങൾക്ക് മര്യാദയ്ക്ക് സ്വന്തം കാര്യം ഇത് മാറേണ്ട രീതിയിൽ മാറായിരുന്നു അത് ചെയ്യണല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു 4 പേര് ഇങ്ങനെ 24 വയസ്സുള്ളവർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഗാർഡ് ആരും വിളിക്കണം. അപ്പോൾ അവർക്ക് തന്നെ അറിയില്ല ആരെ കുറിച്ചാണെന്ന് പറയണമായിരുന്നു. മലയാളി പാരൻസ് ഉണ്ടായതല്ലേ, മലയാളിയല്ലേ. അത് ഞങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ ധൈര്യമില്ല, മുകളിലത്തെ 21ാമത്തെ നിലയിലെന്നൊക്കെ അവർ പറയണ്ടായിരുന്നു. 20ാമത്തെ നിലയിൽ ഞാൻ ചോദിച്ചപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെയാണ് മലയാളികൾക്ക് സ്പെഷ്യൽ മലയാളിയായിട്ട് അവരോട് സംസാരിക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ മലയാളികൾക്ക് തന്നെയാണ് നാണക്കേട്. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നുള്ളൂ, അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചതായിരുന്നു. അതൊക്കെ ഓരോരുത്തരോട് സംസാരിക്കണ രീതി, മുഖം കണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കണു അതനുസരിച്ചാണ് പ്രതിഫലനം വരണേ. അതനുസരിച്ച് അടുത്ത ഫലം വരണേ, അടുത്തതിലേക്ക് കിടക്കണത്. എവിടെ ചെന്നാലും ഞാൻ ചോദിക്കും, നിങ്ങളുള്ള കാര്യം മുഖത്ത് നോക്കി എന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങളെല്ലാവരും അറിയുമെന്ന് പറഞ്ഞിരിക്കുമോ? ഞാൻ ഇവരെ കണ്ടിട്ട് കൂടിയില്ല എന്ന് പറയുള്ളൂ. ഞാൻ ഇന്നലെ രാവിലെ അല്ലേ പറഞ്ഞുള്ളൂ. നിങ്ങളെൻ്റെ വല്ല അനിയന്മാരെ വല്ലവരും കണ്ടതായിരിക്കും, അവരോട് താമസിക്കേണ്ടായിരുന്നു. അതും പറയും ഞാൻ. എൻ്റെ അനിയനെ കസിൻ ആരോട് വന്ന് താമസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുൻ കണ്ട് സംസാരിച്ച് പരിചയമൊന്നുമില്ലല്ലോ. എൻ്റെ കസിൻ അനിയൻ വല്ലവരായിരിക്കും. എൻ്റെ പേര് ഡെന്നിസ്, എന്ത് വേണം പറയാം. ഞാൻ നിങ്ങൾ പഴകിയവർ, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുമില്ല, നിങ്ങളെ കണ്ട് പരിചയമില്ല, നിങ്ങൾ സാധാരണ രീതിയിൽ സംസാരിക്കാനൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ അതന്നെ, പെണ്ണുങ്ങളും പിൽസും ഹിജടകളും ശിഖണ്ഡികളൊക്കെ ഡ്രഗ് അടിച്ച് നടക്കും. അവിടെ ഇവിടെയും കോണത്തെ ഡ്രഗ് അഡിക്ട്സ് ശബ്ദം ഉണ്ടാക്കിയിട്ട് കോലഹാലം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. ഞാൻ ശ്രദ്ധിക്കാനേ പോകണുള്ളേ, എനിക്ക് മനസ്സിലാവേണ്ടല്ല, ശ്രദ്ധിക്കാനേ പോകണുള്ളേ. ഞാൻ ഇവിടെ എല്ലായിടത്തും ഹോസ്റ്റലൊക്കെ നിന്നല്ലേ ഞാൻ ഡ്രില്ലിനടുത്ത് നമുക്ക് കുടിച്ചു നടക്കാം എന്നൊക്കെ പറഞ്ഞ് ഞാൻ പോയാ ഇല്ല. കുടിച്ചിട്ട് നടക്കണവർ നമുക്ക് പിടിച്ച് വെക്കുന്നുണ്ട്, തെറ്റിദ്ധാരണ ഡ്രഗ് അടിച്ച് നടക്കുന്നല്ലേ എന്ന് പറഞ്ഞ് ബോധനാണ് ചാവാൻ പോയാ ഇല്ല. അപ്പം അങ്ങനെയുള്ളവർ പലരുണ്ട്. ആ വിഡ്ഢികളെ സ്വപ്നം കണ്ടിട്ട് ഒരു കാര്യമില്ല ഞങ്ങൾക്ക്. അതുപോലത്തെ ഇപ്പോൾ ഷോർട്ട് വീഡിയോ ആയിട്ടുള്ളൂ, ആകെ 13 മിനിറ്റ് 49 സെക്കൻഡ് ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കറക്റ്റ് പറയണേ, ഡ്രഗ് അടിച്ച് നിങ്ങൾ തമ്മിൽ പേര് വിളിച്ച് സംസാരിക്കാറിയാണ്ട് ഈ പാരലിസിസും പല രീതിയിലും നിങ്ങൾ തമ്മിലായിരുന്നു കൂട്ടി വാങ്ങിപ്പിച്ചിരിക്കുക എന്നല്ലാണ്ട് വേറെ ഒന്നും നിങ്ങൾ സ്വയം നടക്കണില്ലേ, നിങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങാണ്. അതൊന്ന് നിർത്ത്. നിങ്ങൾ പുഷ്ടിയോടെ സ്ട്രെങ്ത്തായിട്ടൊരു കാര്യത്തിൽ അധിഷ്ഠിതമായി നിലനിന്ന് പോവാം. അല്ലാണ്ട് ഈ ഡ്രഗ് അടിച്ച് നടന്നാൽ നിലനിൽക്കാണ്ട് തമ്മിൽ പിടിച്ചു നിൽക്കാനുള്ള തെറ്റിദ്ധാരണ വെച്ചിട്ട് പിടിച്ചു നിലനിൽക്കാണ്ട് പതിച്ചേ പോവുള്ളൂ, എന്ന പതനം ഉണ്ടാവുള്ളൂ. അത് തോൽവിയാണ്. തോൽവിയെ മറികടന്ന് സ്ട്രെങ്ത്തിൽ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യും. മനസ്സിലായി? യഹോവ അങ്ങനെയാണ്. എന്തിനും ജലസി ഉണ്ടെങ്കിൽ ഉദ്യമിക്കും. നിലനിൽക്കാനായിട്ടുള്ള അധിഷ്ഠമായി നിൽക്കാൻ ഒരു കാര്യത്തിന് ഈ പരാജയം ആവശ്യമില്ല എന്നുള്ള പോലെ, അത് ജലസി എല്ലാവരും തമ്മിൽ കൊല്ലിക്കണ പോലെയല്ല. അത് തീർത്തു കഴിഞ്ഞാൽ യഹോവ ഉറക്കത്തിൽ പിന്നോക്കാണ്, ദേഷ്യത്തിൽ പിന്നോക്കാന്ന് പറയുന്നത്. ബോധത്തോടെ സംസാരിക്കും, ബോധത്തോടെ സമയത്തിന് ചെയ്യും, നിലനിർത്താൻ നോക്കും.
അതിഷ്ടമായി നിൽക്കാൻ നോക്കും. അതിനെ സീൽ എന്ന് പറയുന്നത്. സീൽ, ജലസ്, ZEALLOES. ആ സീലല്ല, സീൽ. അതിനെ അച്ചടിച്ച് അതിനെ അതിഷ്ടമായി നിൽക്കാൻ നോക്കും. അതിന് ആ ജലസി ഒരിക്കലും സ്വാർത്ഥമായതുള്ളതല്ല. ആ ജലസിയിൽ ഒരു കാര്യം അതിഷ്ടമായി നിലനിർത്തി മുമ്പേ തൊട്ട് തീരുമാനിച്ച് പ്രയത്നിച്ച് അവിടെ വരെ എത്തിക്കാനുള്ള ആ ഒരു തീക്ഷ്ണത ഉണ്ടാവും, ആഗ്രഹിക്കും. അത് മനസ്സിലാക്കാൻ പഠിക്കുക. പിന്നെ പിന്നെ ആരും പറയിപ്പിക്കാണ്ട് സംസാരിച്ച എനിക്ക് ശീലം. മനസ്സിലായ? ആരും പറയിപ്പിക്കാണ്ട് പറയണതിന് അർത്ഥം. അല്ലാണ്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾ മുൻകൂട്ടി വെറുതെ ഉണ്ടാക്കി വെച്ചു, നിങ്ങളുടെ കെണിയിൽ നിങ്ങൾ വീഴണു, അതല്ല. നിങ്ങൾ പറയിപ്പിച്ച് പറഞ്ഞ് വളു വിടണ പോലെയല്ല വായിക്കോടെ. അർത്ഥമില്ലാത്ത വിഡ്ഢിശൂന്യത വിടണ പോലെയല്ല അത്. ഒരു കാര്യം സമയത്തിന് ഒരു പ്രതിഫലനത്തിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. അതിനെയാണ് പറയണത് ആരും പറയിപ്പിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യണത്. പറയിപ്പിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് എന്താ? അത് പെട്ടെന്ന് വരിക. ഒരാളെ മെസ്സി പോകണ്ടുമ്പോൾ ആ രീതിയിൽ സംസാരിക്കില്ലേ? ഇപ്പോൾ യഹോവയുടെ കാര്യം പറഞ്ഞില്ലേ, ഉറക്കത്തിന് പിന്നോക്കം, അല്ലെങ്കിൽ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, ദേഷ്യത്തിന് പിന്നോക്കം. അപ്പം ഇവിടെ ഒരു പ്രതിഫലനത്തിന് വേണ്ടി അപ്പം ഒരു പോകണ്ട അവിടെ സംസാരിക്കില്ലേ? അതിലാണ് അർത്ഥം വരുന്നത്. അത് കുടിച്ചിട്ട് അക്കടിച്ച് നടക്കണവരോടല്ല. അവിടെ സംസാരിക്കണു, ഇവിടെ അതിനുള്ള കാര്യങ്ങൾ ചെയ്യണു. അത് ജലസായിട്ട് തോറ്റ് അങ്ങനെ പോയിക്കോട്ടെ എന്നല്ല. അതിനുള്ള സീലുണ്ട്, ZEAL. അതിനു വേണ്ടി പ്രയത്നിക്കും. അതിനു വേണ്ടി തീക്ഷ്ണയോടെ ഒരു സമയം കുറച്ച് വൈകിട്ടാണെങ്കിലും പെട്ടെന്ന് പിടിച്ചെടുക്കാനുള്ള എന്താ പറയുന്നത്, നിലനിൽപ്പിന് വേണ്ടി അത് യത്നിക്കും. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് പിടിച്ച് നിൽക്കാണ്ട് ആൾക്കാർ ഇതിലാണ്ട് ചാവണ പോലെയല്ല അത്. ബോധമില്ലാണ്ട് ചാവണ പോലെയല്ല, ധൈര്യമില്ലാണ്ട് ചാവണ പോലെയല്ല. ധൈര്യത്തോടെ നിലനിൽക്കാൻ പറ്റും. അതിൻ്റെ ഒരു ചേഷ്ട കണ്ട് മനസ്സിലാക്കും. അതിൽ ചഞ്ചലം ഉണ്ടാവില്ല. ഒരു നിൽപ്പ് എന്തെങ്കിലും ഒരു ആ ചെയ്യണ രീതിയാണ്, ബാക്കിയുള്ളടത്ത് കൊണ്ട് കമ്മ്യൂണിക്കേഷൻ എവിടെയെങ്കിലും നടക്കണ രീതി എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും. അത് മനസ്സിലാക്കാൻ പഠിക്കാതെ. അല്ലാണ്ട് പെണ്ണുങ്ങളും ശിഖണ്ഡികളും ഹിജറകളും ഡ്രഗ് അടിച്ച പുരുഷന്മാരും കുറ്റം പറഞ്ഞ് നടക്കണ ഗോസിപ്പ് പറയണ ഹിജറകളും ഇത് പറയില്ല. അത് മനസ്സിലാക്കാൻ പഠിക്കും. ഇത് പിന്നെ സെക്ഷൽ നീഡ് എന്നല്ല പറയിപ്പിച്ച് പറയാണ്ട്, സെക്ഷൽ നീഡ് എന്നല്ല പറയേണ്ടത്, സെക്ഷൽ ലിബിഡോ. ആവശ്യത്തിനനുസരിച്ച് ചെയ്യും, ആവശ്യത്തിനനുസരിച്ച് സമയത്തിന്. ഇപ്പോൾ 24 വയസ്സ് തൊട്ടാണെങ്കിൽ ഒരു 29 വയസ്സ് വരെ അത് ആവശ്യത്തിനനുസരിച്ച് ചെയ്യും, എപ്പോഴും ചെയ്യേണ്ടായിരുന്നു. അല്ലാണ്ട് അതിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് കലർത്തി രോഗം വരുത്തണ ശോഷിച്ച അവസ്ഥ കിടക്കണല്ലേ. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, അതൊക്കെയാണ് വരുന്നത്. തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക. അവിടെ വിഡിത്തം തിരിച്ച് പ്രതീക്ഷിക്കേണ്ട. സ്പിരിച്വൽ ബ്രൈഡ്, വിവാഹത്തിൻ്റെ ഉൾപ്പടി ഇല്ലാണ്ട്, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്, ശോഷിച്ച് കഴിക്കാണ്ട്, പൂർണ്ണ ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, അലേർട്ടായിട്ട് ചെയ്യുക എന്നൊക്കെ പറയണതിൽ അതാണ് സ്പിരിച്വൽ ബ്രൈഡ് എന്ന് പറയുന്നതും, വിത്തൗട്ട് മാരേജ് ബോണ്ട് എന്ന് പറയുന്നതും, വിത്തൗട്ട് മെറ്റീരിയലിസ്റ്റിക് ബോണ്ട്, സ്പിരിച്വൽ ബ്രൈഡ്, തിരിച്ച് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക എന്നൊക്കെ പറയുന്നത് മുമ്പേ പറഞ്ഞ തൊട്ട് അത് ഇതിൽ അധിഷ്ഠമായി നിന്നിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ എല്ലാത്തിനെ കുറിച്ച് ബോധവാനാണ്. ഏതാ സമയം, ഏതാ ദിവസം, എന്താ, എവിടെയാ, എങ്ങനെയാ, എവിടെ വരെ പോവും, എവിടെ വരെ ആരൊക്കെ എന്തൊക്കെ ഉറങ്ങണം, ആരൊക്കെ ടയർഡായിട്ട് പോകണം, ആരായിട്ട് ടയർഡ് എനർജറ്റിക്കായിട്ട് ജോലി ചെയ്യാൻ പോകണം. എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും എല്ലാ എൻ്റർപ്രൈസസും എല്ലാം ചുറ്റുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവിടെ ഇരിക്കണേ. അതിൻ്റെ സമയവും എവിടെ നിന്നാണ് എന്തൊക്കെ വരണേ എന്നുള്ള എല്ലാ രീതിയും മനസ്സിലാക്കിയിട്ടാണ് ചെയ്യണേ. അല്ലാണ്ട് നിങ്ങൾ ബോധമില്ലാത്തവരോട് ഞാനിവിടെ 3 വർഷം ഞാൻ അവിടെ ഉണ്ടായിരുന്നു, നിങ്ങൾ എന്നോട് പറഞ്ഞ് മിണ്ടിയില്ലല്ല എന്ന് പറഞ്ഞ് നിങ്ങളുടെ പോലെ ഹിജറകളും ഷിഗഡികളും ബോധമില്ലാത്തവരുടെ പോലെ പുരുഷന്മാരും ഡ്രഗ് നടക്കുന്നവരുടെ പോലെ ഞാൻ പറയാൻ നിൽക്കില്ല. പറഞ്ഞത് അതനുസരിച്ച് നിൽക്കും. അല്ലാണ്ട് കുറിച്ച് ഡ്രഗ് നടക്കുന്നവരോടല്ലേ പറയണേ. ഈ ധൈര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കാർ ഓടിക്കാനാണെങ്കിൽ, ഏത് കാറാണെങ്കിലും ഒരു 350 കിലോമീറ്റർ അല്ലെങ്കിൽ 420 കിലോമീറ്റർ ഓടിക്കുകയാണെങ്കിൽ അത് ഞാൻ ഒറ്റയടിക്ക് പോകും. അതിനോടെ എനിക്ക് ഭക്ഷണം കഴിക്കേണ്ട കാര്യമില്ല. ഉച്ച മുതൽ 10:30-11:30 തൊട്ട് രാത്രി 7:30-8:30 വരെയുള്ള യാത്രയാണെങ്കിൽ അത് ഫുള്ളും ഞാൻ ഒരു വഴിക്ക് അങ്ങോട്ട് പോകും. അല്ലാണ്ട് അതിൽ കോൺസെൻട്രേറ്റ് തന്നെ പോകും. ഏത് ഷോർട്ട് കട്ടാണെങ്കിൽ ഏതാണെങ്കിലും. ഇപ്പോൾ ചെറിയൊരു 125cc ബൈക്കാണെങ്കിലും ഏതാണെങ്കിലും റെയിൻകോട്ട് ഇട്ടില്ലെങ്കിലും സാധാ ഷർട്ട്, മഴക്കാലം ഇടിമിന്നലാണെങ്കിലും ഗൂഗിൾ മാപ്പും അത് നോക്കി വരേണ്ട കാര്യമില്ല. എനിക്ക് റൂട്ട് മാപ്പ് നോക്കി വരേണ്ട കാര്യമില്ല. അടുത്തവരോട് ചോദിക്കും, ഷോർട്ട് കട്ട് എടുത്ത് പോകുകയാണെങ്കിൽ അത് അടുത്തുള്ള വല്ല ഈ വഴിക്ക് അവരുടെ ഭാഷ തമിഴാണെങ്കിലും പോയി അവരുടെ പറച്ചലിൻ്റെ രീതിയിൽ കറക്റ്റ്നെസ് ഉണ്ടോ എന്ന് നോക്കണത്. ചിലർ പറയണ രീതി അവിടെ ഇവിടെ നോക്കിയിട്ടായിരിക്കും എനിക്കെല്ലാം മനസ്സിലാക്കിയിട്ട് പോണേ. അപ്പോൾ ഞാൻ ആ ഷോർട്ട് കട്ട് എടുക്കാൻ നോക്കില്ലേ.
സാധാ ഏത് രീതിക്ക് പോകണം, എപ്പോൾ ചെയ്യണം, ഏത് സമയത്ത് ചെയ്യണം എന്നുള്ള രീതിയാണ് മനസ്സിലാവണ്ട. അപ്പോൾ ആ രീതിയാണ്. അല്ലാണ്ട് ഞാൻ ഇടിമിന്നൽ മഴയുള്ളപ്പോൾ സാധാ വല്ല ഷർട്ട് ഇട്ടിട്ട് ഈ മുഖത്തേക്ക് കൊള്ളണ ഷാർപ്പായിട്ട് കൊള്ളണ മഴച്ചാറ്റലും അത് കൊണ്ടിട്ട് തന്നെയാണ് വരുന്നത്. ഏത് ഇരുട്ട് പിടിച്ച സ്ട്രീറ്റ് ലൈറ്റ് ആണെങ്കിലും വഴുതൽ വീഴണ ഹൈവേ ആണെങ്കിലും ഏതാണെങ്കിലും അതിനനുസരിച്ച് സമയത്തിന് ചെയ്യണ രീതി. ആദ്യമായിട്ട് പോവുകയാണെങ്കിലും ആദ്യമായിട്ടായിരിക്കും ചിലപ്പോൾ ആ വഴിക്കൂടെ വരണേ. അതാണ് ധൈര്യം എന്ന് പറയുന്നത്. ആദ്യമായിട്ട് ഒരു കയറ്റം കയറി പാർക്ക് ചെയ്യാൻ പോകുന്നത് പഴയൊരു വണ്ടിയാണെങ്കിലും. അപ്പോൾ അതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. അവിടെ ആരും പറയിപ്പിക്കാനില്ല. ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് തന്നെ പോണത്. അപ്പോൾ എല്ലാവരും കൂടി സംസാരിച്ച് കാര്യങ്ങൾ വരുമ്പോഴാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. ധൈര്യത്തോടെ ചെയ്യുമ്പോഴാണ് രോഗശാന്തി വരുന്നത്. ധൈര്യത്തോടെ ഡിസ്കസ് ചെയ്ത് വരുമ്പോഴാണ് ഒന്നും പ്രാർത്ഥിച്ചിട്ട് ആയില്ലെങ്കിലും അതിൽ തുള്ളി ചാടണ ഒരു അടിമത്തത്തിൽ നിന്ന് പുറന്തള്ളി പുറത്തേക്ക് വരണ ഒരു പണ്ടത്തേക്കാൾ എക്സാജറേഷൻ അല്ലാണ്ട് ഒരു പുതിയ തലത്തേക്ക്, അന്ധവിശ്വാസം അല്ലാണ്ട് പുതിയ തലത്തേക്ക് എത്തിക്കണ ഒരു നിത്യജീവൻ്റെ തലത്തേക്ക്, നിത്യായുസ് കിട്ടണ എന്തെങ്കിലും പുതിയ ഒരു മിറാക്കിൾ മരുന്ന് കണ്ടുപിടിക്കാൻ പോകുന്നത് എല്ലാവരും സംസാരിച്ച് വരുമ്പോഴാണ്. അല്ലാണ്ട് ബോധത്തോടെ ചെയ്യുമ്പോൾ യഹോവയുടെ പോലെ ഉറക്കത്തിൽ പിന്നോക്കം, ദേഷ്യത്തിൽ പിന്നോക്കം, ബോധത്തോടെ കാര്യങ്ങൾ തീക്ഷ്ണതയോടെ നിർവർത്തിക്കാൻ പറ്റണ രീതി, പ്രയത്നിച്ച് അതിലേക്ക് എത്തിക്കാൻ നിലനിർത്താൻ കൊണ്ടുവരുന്ന രീതിയിലാണ്. അതിലാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് കുടിച്ചും ഡ്രഗ് അടിച്ച് നടന്ന് അയ്യോ ഇതാണ് പിടിച്ചൊക്കെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് തന്തയും തള്ളയും പിടിച്ച് നിന്ന് ഡ്രഗ് അടിച്ച് കൊല്ലിച്ചിട്ട് മരുന്ന് കൂട്ടി വാങ്ങിയതാണ്, ഞങ്ങളും ഇങ്ങനെ ഡ്രഗ് അടിച്ച് കുടിച്ച് ബോധമില്ലാണ്ട് അവർ ചെയ്തിട്ട് ചതിയും വഞ്ചനയും കൊണ്ട് മരുന്ന് കൂട്ടി ബോധമാണ് ചത്ത തന്നെ പിടിച്ച് നിൽക്കൽ. ഇത് ആൾക്കാർക്ക് ഇതില്ലാത്തതാണ്. ആൾക്കാർക്ക് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, സോഷ്യൽ അല്ല, സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് മിസ്കമ്മ്യൂണിക്കേഷൻ. അത് മനസ്സിലാക്കാൻ പഠിക്കണം. അപ്പോൾ അതങ്ങനെയാണ് വരുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഏതോ വെഡിനെ സ്വപ്നം കണ്ടു കുടിച്ചിട്ട് അകടിച്ചിടക്കണ ഏതോ വെഡിയായിരിക്കും ഇതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളുടെ പോലെ മഞ്ഞാവണമെന്നില്ല ഞാനും. അപ്പോൾ അത് പറയണം, നിങ്ങളാദ്യം നന്നാവ്, ഈ പറഞ്ഞിട്ട് മാറാൻ നോക്കുക. എന്നിട്ട് നിങ്ങൾ ആദ്യം നന്നാവ്, എന്നിട്ട് എൻ്റെ തലയിൽ കയറി ഇരുന്നിട്ട് വിടാൻ നോക്ക്. അപ്പോൾ ഒരു കാര്യം തീർച്ചയായും ചേർച്ചയുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് കാര്യം വരുന്നത്. അല്ലാണ്ട് അതിൽ അന്തരം കൊണ്ടുവന്നിട്ട് കാര്യമില്ല, ഡിഫറൻസ് കൊണ്ടുവന്നിട്ട് കാര്യമില്ല. സാധാ രീതിയിൽ സംസാരിക്കുക. ഞങ്ങൾ വന്ന് മോള് വരുന്നത് സാധാ രീതിയിൽ സംസാരിക്കാനാണ്. സാധാ രീതിയിൽ സംസാരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ബോധത്തോടെ ഈ കാര്യങ്ങൾ എനിക്കറിയാം ആരൊക്കെ എവിടെയാണ്. പക്ഷെ നിങ്ങൾക്ക് എന്നെ അറിയില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നിങ്ങളെ അറിയണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്കറിയുമായിരിക്കും. പക്ഷെ നിങ്ങൾ എന്നെ അറിയില്ല എന്ന് പറഞ്ഞിടത്തോളം കാലം ഞാൻ നിങ്ങളെ അറിയില്ല എന്നേ പറയുള്ളൂ. എനിക്കറിയില്ലല്ലോ നിങ്ങൾ ആരെ കുറിച്ച് പറയണേ എന്നുള്ള രീതിയിലേക്ക് ഞാൻ സംസാരിക്കുള്ളൂ. ആ രീതിയിൽ എന്നെ പ്രതീക്ഷിച്ചാൽ മതി. വേറെ മാറ്റി തിരിച്ച് ഞാൻ നിങ്ങളുടെ പോലെ കുടിച്ചിട്ട് അകടച്ചെടുക്കുന്നതല്ല, നിങ്ങളുടെ പോലെ മഞ്ഞല്ല. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താണ്. അതെ അതെ, യഹോവ ഉറക്കത്തിന് പിന്നോക്കമാണ്, ദേഷ്യത്തിന് പിന്നോക്കമാണെന്ന് പറയുന്നത് തമാശയല്ല. ദേഷ്യത്തിന് പിന്നോക്കം എന്നുള്ള തമാശയാണ് വിചാരിച്ചാൽ. തമാശ പറയണവർ ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കണവര്, നിങ്ങൾ ഡ്രഗ് അടിച്ചു കൊടുത്ത് നടക്കണ കാരണം നിങ്ങൾക്ക് ഇവിടേക്ക് വരാൻ സാധ്യതയില്ല. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് ഊമ്പി തെറ്റി നടന്നിട്ട് അങ്ങനെ തന്നെ പറയണം. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ബോധമില്ലാണ്ട് ചതിയും വഞ്ചനയും കൊണ്ട് നടന്നിട്ട് എന്നോടാരും ഛർദ്ദിച്ച ഫ്രൈഡ് റൈസ് കഴിക്കി കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കാൻ ആരും പറഞ്ഞിട്ടില്ലേ? കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കണം നിങ്ങളുടെ ഗ്രൂപ്പ് ആയതുകൊണ്ടാണ്. കുടിച്ച് ഡ്രഗ് അടിച്ചിരിക്കണം നിങ്ങളുടെ ഗ്രൂപ്പ് 20 വർഷം നടന്നിട്ട് ഞാൻ നടന്നിട്ട് എൻ്റെ നേർക്ക് നിങ്ങളുടെ തെറ്റ് ചൂണ്ടി കാണിച്ചിട്ട് എന്താ കാര്യം? അതപ്പോൾ ഇതിപ്പോൾ എന്ന് പറയുന്നത് കൊണ്ടല്ലേ. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ഗുഡ്ക കഴിച്ച് നടക്കണവർ, ബോധനാണ് സിഗരറ്റും ബീഡി വലിച്ച് നടക്കണവർ പറയോ ഡ്രഗ് അടിച്ച് നടക്കണവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോയെന്ന്? അവരും ബോധിപ്പിച്ചുകൊണ്ടിരിക്കണേ അവരുടെ ധൈര്യമില്ലാത്ത ശോഷിച്ച അവസ്ഥ. ഡ്രഗ് അടിച്ച് അവരുടെ സ്ത്രീകളുടെ വിചാരം ബോധിപ്പിക്കുന്നതാണ് ശരിയെന്ന്. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് തലയ്ക്ക് സുഖമില്ലാണ്ട് നടക്കണ ഒരു വിഡ്ഢി ഗ്രൂപ്പുണ്ട്, എവിടെയാണെങ്കിലും ഉണ്ടാവും. എന്നിട്ട് ഇങ്ങനെ തരം വൃത്തികേടും ചെയ്ത് നടന്നിട്ട് ഡ്രഗ് അടിച്ചിട്ട് അതിനൂടെ ബീഡിയും സിഗരറ്റും 10 പാക്കറ്റ് അകത്താക്കിയിട്ട് റമ്മും എല്ലാ വക കുടിച്ച് അകത്താക്കിയിട്ട് എനിക്ക് ഡ്രഗ് അഡിക്ഷന് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് തെറ്റല്ലേ? ബോധമില്ലാണ്ട് ചത്ത് കഴിഞ്ഞാൽ ആർക്ക് വേണം ഇവരെ കുടിപ്പിച്ചവർക്ക് വരെ അവർക്ക് ആവശ്യമില്ല. ഇളിഞ്ഞ് ചിരിക്കും. ഇതിനെയാണ് പിടിച്ച് നിൽക്കാന്ന് പറഞ്ഞത്. ആൾക്കാറ്റ് ഇതില്ലാത്ത ഇതാണത്. ആൾക്കാറ്റ് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്. ആൾക്കാറ്റ് ഇതുള്ളതല്ല. നിങ്ങളോ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ. എന്നിട്ട് ബോധത്തോടെ ഞാൻ സംസാരിക്കുമ്പോൾ എന്നെ നേരെ ചൂണ്ട് കാണിച്ചിട്ടെന്താ കാര്യം? അത് എന്തുണ്ടായാലും വാൽ തുറന്നാലും എന്ത് ചെയ്താലും നിങ്ങളുടെ സാധാ രീതിയിൽ ചെയ്യണം. സാധാ രീതിയിൽ സംസാരിച്ചിട്ട് ആ രീതിയിൽ പോകണം. നിങ്ങൾക്കതില്ല. നിങ്ങളുടെ തള്ള എന്തോ പിഴവ് കാണിച്ചു, ആ പിഴവ് തന്നെ നിങ്ങൾ ആവർത്തിക്കുന്നത്.
ആ പിഴവ് നിങ്ങൾ എന്നോട് ആവർത്തിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ചെയ്യണല്ലേ, നിങ്ങളാണ് ആവർത്തിക്കണേ. നിങ്ങളാണ് ഡ്രഗ് അടിച്ച് നിങ്ങളുടെ അസുഖം മരുന്ന് കൂട്ടി വാങ്ങണേ. മനസ്സിലായ? എന്നിട്ട് ഒരു ബോധമില്ലാണ്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് ബോധമില്ലാണ്ട് ഇങ്ങനെ കിറങ്ങി എന്തുകൊണ്ട് എനിക്ക് വായ തുറക്കണം? ഞാൻ ഒരു കാര്യം സാധാ രീതിയിൽ സംസാരിക്കണല്ലോ. എന്തെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കണേ വേറെ എന്തൊക്കെയോ നിങ്ങൾ പറയുന്നത് എനിക്ക് തിരിയണ്ട. ആദ്യം നിങ്ങൾ പറയണത് എനിക്ക് തിരിയണം, അല്ലെങ്കിൽ ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ പറയണം. ഞാൻ ഇവിടെ ഇന്നലെ ആദ്യമായിട്ട് വന്നതാണ്. എനിക്ക് നിങ്ങളെ മുഷിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് എന്നെ മുഷിപ്പിക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്നെ മടുപ്പിക്കണ രീതിയിൽ നിങ്ങളോട് വന്ന് ഡ്രഗ് അഡിക്റ്റ് നടക്കണവരെ ബോധിപ്പിക്കേണ്ട കാര്യമുണ്ടോ എനിക്ക്? നിങ്ങൾക്കൊന്നും സാധാ രീതിയിൽ ഓർക്കാറിയില്ലേ? അതുകൊണ്ട് വെച്ചിട്ട് നിങ്ങളുടെ വല്ല വളഞ്ഞ സ്കൂളിലോ വല്ല ക്ലാസ്മേറ്റ്സാ വളഞ്ഞ യൂണിഫോം ഇട്ട് വല്ല നടന്നുണ്ടോ, വല്ല ഡ്രഗ്സ് അടിച്ചു കുടിച്ച് നടന്നുണ്ടോ? അപ്പോൾ ഒരു വിഡ്ഢിസ്ത്രീ അതിന് കൂട്ടു നിന്നുണ്ടോ? അവിടെ പെണ്ണുങ്ങളായിട്ട് പെണ്ണുങ്ങളെന്നൊരു ഇത് പറയാം, യൂട്രസ് ഉള്ളവർ, ഈ ശിഖണ്ഡികളെ ജനിപ്പിക്കണവരും പ്രഗ്നൻ്റായി നടക്കണവരും, അവർ നിങ്ങളെ ഡ്രഗ് അടിപ്പിച്ച് കുടിച്ചിട്ടുണ്ടെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിക്കും ചിലപ്പോൾ. നിങ്ങളെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നോളാം, അതാ ധൈര്യം. തമ്മിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടായിക്കുക, അവർക്ക് വേറെ എല്ലാവരും കിട്ടും. അപ്പോഴേക്കും നിങ്ങൾ ബോധത്തിലാണ് ചത്തു കഴിഞ്ഞാൽ, ധൈര്യമാണ് ചത്തു കഴിഞ്ഞാൽ അവർക്ക് വേറെ കിട്ടാനുള്ളത് വേറെ കിട്ടിയിരിക്കും. അവർക്ക് കിട്ടാനുള്ള സ്വത്ത് നിങ്ങളുടെ നിന്ന് കിട്ടും, ഭർത്താക്കന്മാരുടെ സ്വത്ത് അവർക്ക് കിട്ടും. അവർ വേറെ മെറ്റീരിയലിസ്റ്റിക് വേറെ കാര്യങ്ങളും ദേഷ്യത്തരം കാണിച്ച് അവിടെ നടക്കും. അതിലുണ്ടാവുള്ളൂ. അതിനു വേണ്ടിയാണ് നിങ്ങൾ ഡ്രഗ് അടിച്ച് ധൈര്യമില്ലാണ്ട് ഞങ്ങൾക്ക് എങ്ങനെയും ബോധത്തിലാണ് ചത്ത മതി, മണ്ടശിവനെ ആരാധിച്ചിട്ട് നശ്വരമായത് നിർജ്ജീവമായത് മുറുകെ പിടിച്ചിട്ട് നേരേക്ക് നീങ്ങിയിട്ടെന്ന കാര്യം. വിഡ്ഢിത്തത്ത് മുറുകെ പിടിച്ചാൽ വഴുതി വീഴും, അതിനെ നേരേക്ക് നീങ്ങാന്ന് പറയണേ. അത് മനസ്സിലാക്കണം ബോധമില്ലേ? ഒരു കാര്യം മുൻപക്കത്ത് തലപ്പക്കത്ത് നിൽക്കുമ്പോൾ അതിനിടയിൽ തെറ്റിൽ ഉരുണ്ട് കളിക്കേണ്ട, താഴെ ഉരുണ്ട് കളിക്കേണ്ട കാര്യമുണ്ട്. എന്ന് പറഞ്ഞു ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ സ്വന്തം കാര്യം നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ആര് പറയിപ്പിക്കാണ്ട് എവിടെയും പോയി തിരിച്ച് ആവശ്യമുണ്ടെങ്കിൽ പുറത്ത് പോയി വരും. അതിനിടയിൽ കുടിയിൽ റോട്ടിൽ ഒരു ഷെഡ് ഇട്ട് അവിടെ വെയിലത്ത് മഴയത്ത് അവിടെ തന്നെ നിൽക്കാന്ന് പറഞ്ഞ് 24 മണിക്കൂർ റോട്ടിൽ ഉരുണ്ട് കളിക്കണ്ട, തെറ്റിൽ ഉരുണ്ട് കളിക്കണം പോലെ ഞാൻ അതിൻ്റെ ആവശ്യമുണ്ട്? പേര് വിളിച്ച് സംസാരിക്കാറുണ്ട് കുറച്ച് ആജും കാജുകളും ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ബോധത്തോടെ കാര്യം ചെയ്ത് കുഴപ്പമില്ല, പാരലൈസിസ് ആയി കിടക്കുന്നുണ്ട്. എന്നിട്ട് അവരാവശ്യപ്പെടാണ്ട് ഞാൻ പോകണം, കേട്ടോട്ടെ, ആവശ്യപ്പെടാണ്ട് ഞാൻ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും പോകണം. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയണം, അതറിയില്ല. ഡ്രഗ് അടിച്ച് നടക്കണവർക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സാധാ രീതിയിൽ സംസാരിക്കാൻ അറിയില്ല. എങ്ങനെയാണ് ബോധത്തോടെ ചാവുന്നത് യേശു സാക്രിഫൈസ് ചെയ്യുന്നതൊക്കെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നുണ്ടാവുക? അത് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കുന്നത്. ബോബ് മാർലി, ചെഗുവേര, കാറൽ മാർക്സ്, CPIM, യഹൂദിയർക്ക് എതിരായിട്ട് സംസാരിക്കണവർ, ക്രിസ്ത്യാനിറ്റിക്ക് വിപരീതം ചെയ്യണവർ, ദൈവവിശ്വാസമില്ലാത്തവർ, നിരീശ്വരവാദം കൊണ്ടു നടക്കണ ഹിന്ദുസ്, നിരീശ്വരവാദം നിർജ്ജീവമായത് ആരാധിക്കണവർ, മുസ്ലിംസ്, ഖുറാൻ ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഖുറാൻ വായിച്ചിട്ട് അടി കൂടണവർ, ഇരന്നൂട്ടി വാങ്ങണവർ, ഇവരൊക്കെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരും പറഞ്ഞ് കേട്ടിരിക്കുക നീ? അവർ പറയണതിൽ വല്ല വെളിവുണ്ടാവുമോ? എന്തെങ്കിലും കാര്യമുണ്ടോ അവർ പറയണതിൽ? വല്ല ബോധമുണ്ടോ അവർക്ക് പറയണതിൽ? ഇവിടെ ഞാൻ ഇന്നലെ രാവിലെ വന്നിട്ടുള്ളത് പറയുമ്പോഴും ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് എന്താ ഇത്? നിങ്ങൾ ഡ്രഗ് അടിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ വീട്ടിൽ സ്വപ്നം കാണണ്ടെങ്കിൽ ബോധത്തോടെ ചെയ്യുന്നതല്ല, യേശു ബോധത്തോടെ ചെയ്തത്. നിങ്ങൾ വിചാരിച്ചു ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് ഒരു 20 വർഷം നടന്നിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ചോദിക്കണം, നിങ്ങൾക്കൊരു കാര്യത്തിൽ റോമൻ കാത്തലിക്സിന് പ്രത്യേകിച്ച് ഒരു കാര്യത്തിനെ കുറിച്ച് പൂർണ്ണ അറിവില്ല. ബൈബിൾ മൊത്തം വായിച്ചിട്ടില്ലേ? അതെല്ലാം അങ്ങനെ പറയുകയാണ്, ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യുക, തിരിച്ച് പ്രതീക്ഷ പങ്കുവയ്ക്കുക, എന്തെങ്കിലും അത് അപ്പോൾ ഇതിപ്പോൾ എന്ന് പറയണ പോലെ ബോധത്തോടെ ഒരു പുറമേക്ക് കാണിച്ചിട്ട് അത് എക്സാജറേഷൻ അല്ല, അത് ചെയ്ത് ഒരു ഇസാക്കിന് പകരം ചെയ്ത് പുനരുദ്ധരിച്ച് വരിക, അതിന് പുനരുത്ഥാനം വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക. അത് ബോധത്തോടെ ഒരാൾ ചെയ്യുമ്പോഴാണ് അതിന് വരണത്. അത് ഹാർട്ട് ബീറ്റ് എന്ന് കണ്ടുപിടിച്ചിട്ടില്ലേ? ബോധത്തോടെ ചെയ്യുമ്പോഴാണ് കാര്യങ്ങൾ. അല്ലാതെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ സഹിക്കാൻ പറ്റുമോ? അടിയേറ്റ അവിടെ കിടക്കാൻ വരും, അവിടെ പിന്നെ എഴുന്നേൽക്കാൻ പറ്റില്ലേ? ഒരു അടിയേറ്റ അവിടെ കിടക്കും. 20 വർഷം ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കവർ ഒരു അടിയേറ്റ അവിടെ കിടക്കില്ലേ? ബോധത്തോടെ പിന്നെ എഴുന്നേറ്റ് കാര്യങ്ങൾ ചെയ്ത് ഉയർത്ത് അവിടെ ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരാണോ കുരിശിൽ മരിച്ചു വിചാരിച്ചേ? വല്ല ബോധം വേണ്ട നിങ്ങൾക്ക്? പെണ്ണുങ്ങൾ ആരെങ്കിലും കുരിശിൽ മരിക്കുമോ? അവർ പ്രഗ്നൻ്റ് ആവണവർ ഒറ്റ അടി അടിച്ച് അവിടെ വീട്, അവിടെ ഡ്രഗ് അടിച്ച് നടക്കണവർ പ്രോത്സാഹിപ്പിക്കണവർ. ഷിഖണ്ഡികൾ ആരെങ്കിലും കുരിശിൽ കയറി മരിക്കുമോ? ഷിഖണ്ഡികൾ ആരെങ്കിലും ഇതെങ്കിലും ആരെങ്കിലും പറയുമോ? ഷിഖണ്ഡികൾ, ഹിജറകൾ ഇങ്ങനെ ആരെങ്കിലും പറയുമോ? വായിന്ന് വളി വിട്ട നാവൽ വരണം. നിങ്ങളും അതല്ല ചെയ്തുകൊണ്ടിരിക്കണേ. ആരും പറയിപ്പിക്കാണ്ട് പറയുക എന്ന് പറയാൻ മനസ്സിലാക്കാൻ പോലെ പറയിപ്പിച്ച് പറയുക. പറയിപ്പിക്കാണ്ട് ആരെങ്കിലും പറയണ പോലെയാണോ അത്? ഞാൻ പറയണ പോലെ പറയിപ്പിച്ച് പറഞ്ഞിട്ട് ഡ്രഗ് അടിച്ച് നടക്കണവർ പോലെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടെന്ത് കാര്യം?
പറയിപ്പിച്ച് പറയണു. പറയിപ്പിക്കാണ്ട് പറയാറിയില്ല. അതാ പറയണത്. ഇവിടെ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ തീട്ട BJP തമ്മിൽ തമ്മിൽ കൊല്ലിക്കണല്ലേ കുടിച്ചിട്ടൊക്കെ അടിച്ചിട്ട് ഇല്ലേ? BJP ആയ ഫ്രണ്ട്സിനെ BJP-ക്കാരെന്നെ കൊല്ലണു. എന്നിട്ട് CPIMൻ്റെ തലയിൽ കയറ്റി വയ്ക്കണു. CPIM ഡ്രഗ് അഡിക്സ് വിചാരിച്ചു അത് ശരിയാന്ന് വിചാരിച്ച് CPIM ഏറ്റെടുക്കും. കോൺഗ്രസ് തമ്മിൽ തമ്മിൽ കൊല്ലിക്കണു. എന്നിട്ട് BJP-ക്കാരുടെ തലയിൽ കയറ്റി വയ്ക്കണു. ഇതാണ് രാഷ്ട്രീയം. രാഷ്ട്രീയം ഗ്രൂപ്പിൽ ഞാൻ പെടണല്ലേ. പിന്നെ നിങ്ങൾക്ക് അങ്ങനെ തീട്ട BJP ഹിന്ദു മുസ്ലിം റോം കാത്തലിക് ആണെങ്കിൽ എനിക്ക് അതിൽ പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇത് കേൾക്കാൻ ആവശ്യമില്ലെങ്കിൽ കേൾക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒളിഞ്ഞു നോക്കുന്നത് വരെ കുറ്റാവും. പിന്നെ ലാസ്റ്റിൽ ഞാൻ നിങ്ങൾ ഒളിഞ്ഞു നോക്കാൻ വരണ്ട. എനിക്ക് എൻ്റെ ആവശ്യം ശ്രദ്ധകേന്ദ്രം ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് കുടിച്ച് ബോധമില്ലാണ്ട് കിടക്കണ കാരണം നിങ്ങൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. നിങ്ങൾ കുടിച്ച് ഡ്രഗ് നടക്കണു, ബോധമില്ലാണ്ട് ഓരോന്ന് ചെയ്യണു. നിങ്ങളുടെ തീട്ട ഹിന്ദുവും തീട്ട മുസ്ലിമും തീട്ട റോമൻ കാത്തലിക്കും വിപരീതം ചെയ്യുന്നതായിട്ട് എനിക്ക് ബന്ധമില്ല. എനിക്ക് നിങ്ങൾ ഒളി നോക്കേണ്ട കാര്യമില്ല. എനിക്ക് എന്നെ ഒളി നോക്കേണ്ട കാര്യമില്ല. എനിക്ക് ബാക്കിയുള്ളവരെ ഒളി നോക്കേണ്ട കാര്യമില്ല. അനിയന്മാരെയോ അനിയത്തിമാരെയോ കസിൻസിനെയോ മാതാപിതാക്കളെയോ മുതിർന്നവരെയോ വേറെ ആരും ഒളി നോക്കേണ്ട കാര്യമില്ല. എനിക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾ ഒളിഞ്ഞ് നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രൂഫ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇതാ ഞാൻ ചോദിക്കുക. എൻ്റെ ഇതൊരു 5 മൊബൈൽ പോയിട്ടുണ്ട്. ഇംഗ്ലണ്ടിലും ഛത്തീസ്ഗഡിലും തൃശ്ശൂരൊക്കെ ആയിട്ട് കുറേ മൊബൈൽ പോയിട്ടുണ്ട്. അത് പുതിയത് വാങ്ങാണ്ട് അന്ന് എനിക്ക് മൊബൈൽ കണക്ഷൻ തന്നിരുന്നെങ്കിൽ നിങ്ങളത് അന്നേ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പഴയത് വീണ്ടെടുക്കാമായിരുന്നല്ലോ പോലീസിനെ പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന് ഇങ്ങനെ വെളിവില്ലാത്ത വായന്ന് വളി വിട്ട് നിങ്ങളെ പോലെ നടക്കണില്ലല്ലോ, ബോധമില്ലാത്ത ചതി കഞ്ചരിയും കൊണ്ട് നടക്കണില്ലല്ലോ. അപ്പോൾ എനിക്ക് എൻ്റെ ഈ കണക്ഷൻ എൻ്റെ കയ്യിൽ ഇരിക്കേണ്ടതല്ലേ? ഞാൻ ഈ കുടുംബത്തിൽ മൂത്തവനല്ലേ? അപ്പോൾ എനിക്ക് തരേണ്ടതല്ലേ? നിങ്ങൾ മൊബൈൽ പാസ്വേഡ് നോക്കി നിങ്ങൾ തന്നെ ഈ മൊബൈലൊക്കെ എൻ്റെ കാണാണ്ട് പോയി ഇതെടുത്ത് കൊണ്ടുപോയതാണെങ്കിലോ അതിനുള്ള ഞാൻ എൻ്റെ നേക്കഡ്നെസ്സും ഇതൊക്കെ കാണാൻ ഞാൻ നിങ്ങളുടെ ഉള്ളിൽ നോക്കണില്ലല്ലോ. അതിനുള്ള നഷ്ടപരിഹാരം എനിക്ക് വേണ്ടേ? അതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് നഷ്ടപരിഹാരം തരാൻ പറ്റില്ല, നിങ്ങൾ കുടിച്ചിട്ട് അകടിച്ചിട്ട് നടക്കണവരാണ് ശരി, ഞാനാണ് തെറ്റെന്ന് പറയുമോ? ഇല്ല. പിന്നെ എന്തിനാണ് വെഡ്ഡികളെ നിങ്ങൾ ഓരോരോ വെഡിത്തത്തിൽ ഇങ്ങനെ ആയിരുന്നു കൂട്ടി വാങ്ങി ഓരോരോ അബദ്ധ പ്ലാനുകൾ കൊണ്ട് ഡ്രഗ് അടിച്ച് നടക്കണത്? ഇതൊന്നും പറയേണ്ട കാര്യമില്ല. ഒന്നാമത് വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഒന്ന് അവിടെ നിന്ന് എത്തി നോക്കി കഴിഞ്ഞാൽ ഇവനാണ് നമുക്കൊന്ന് ഇൻട്രസ്റ്റ് ഉണ്ട്, പോയി സംസാരിക്കാനുള്ള മനസ്കഥ നിങ്ങൾക്കില്ല, ക്ഷമയില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നത് എന്നവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യം? ഒരു കാര്യം പറയാൻ മനസ്സിലാവും. ചുക്കപ്പുക്ക ന്യൂരോന്ന് പറഞ്ഞ് ഞാനിങ്ങനെ എല്ലാവരെ കുറിച്ചും മുതിർന്നവരെ കുറിച്ചും വീട്ടുകാരെ കുറിച്ചും അനിയന്മാരെയും ബാക്കിയുള്ളവരെ കുറിച്ചും ക്ലാസ്സിലുള്ളവരെയും ഇവിടെ 4 വർഷം എവിടെയെങ്കിലും ഞാൻ ചുക്കപ്പുക്ക ന്യൂസ് ഞാൻ പറഞ്ഞു നടന്നിട്ടില്ലേ? പിന്നെ എങ്ങനെ നീ പറയുന്നത് എനിക്ക് കൊള്ളണേ? നീ ഡ്രഗ് അടിച്ച് നടന്നിട്ട് ഓരോ വളിവിട്ടത് എനിക്ക് കൊള്ളണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ ഇന്നലെ രാവിലെ വന്നിട്ടുള്ളത് പറയാൻ തുടങ്ങണേ. പക്ഷെ ഞാൻ പറയാം ഇവിടെ 3 വർഷം, എവിടെയെങ്കിലും 9 വർഷം, എവിടെയെങ്കിലും ഗോവയിൽ വേറെ 9 വർഷം, വേറെ ഇവിടെ 4 വർഷം, എവിടെയെങ്കിലും ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലത്താണെങ്കിലും ഞാൻ അവിടെ ബാഡ്ലി മോട്ടിവേറ്റഡ് സ്ഥലം ഞാൻ അനുകരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കില്ലേ? എപ്പോൾ തൊട്ടാണെങ്കിലും, ഒരു 16 വയസ്സ് തൊട്ടാണെങ്കിലും, ഒരു 5 വയസ്സ് തൊട്ടാണെങ്കിലും, ഒരു 12 വയസ്സ് തൊട്ടാണെങ്കിലും നിൻ്റെ പോലെ ഞാനായിട്ടില്ലേ? പിന്നെ നീ മഞ്ഞാണെങ്കിൽ പിന്നെ ഞാനെങ്ങനെയാണ് മഞ്ഞാവണേ? ധൈര്യത്തോടെ ഫുൾ ബോധത്തോടെ ചെയ്യണത് മനസ്സിലാക്കാനുള്ള ബോധമില്ല ഇപ്പോഴും. നിങ്ങൾ കണ്ടുണ്ട് എൻ്റെ രൂപവും സാദൃശ്യം തെളിച്ച കണ്ടുണ്ട്. പിന്നെയും അത് മറന്ന് ഈ വളിവട്ട അവർ ഇവിടെ കൂടെ ഇരുന്നിട്ട് ഡിസ്കസ് ചെയ്ത് ഇല്ലാണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ തന്നെ ആയിരുന്നു കൂട്ടി വാങ്ങുന്നുണ്ട്, പേര് വിളിച്ച് സംസാരിക്കാറിയില്ല, ആയിരുന്നു കൂട്ടി വാങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരർത്ഥം ഹിന്ദു മുസ്ലിമിൽ പെടണം എന്തൊക്കെ വാക്കുകൾ എന്തൊക്കെ ആയിരുന്നു കൂട്ടി വാങ്ങുന്നുണ്ട്. എനിക്ക് ഇംഗ്ലീഷ് മാത്സ് വലിയ എഡ്യൂക്കേഷനൊന്നും ഇല്ല, എന്നാലും ഞാൻ ഗോഡ് എന്ന് പറയാം, ഗോഡ് എന്ന് പറയാം. അല്ലാണ്ട് ഗാഡു എന്തിട്ട് വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് നിങ്ങൾ? എനിക്കോ ഞാനിങ്ങനെ എക്സാം മേടിച്ച് പരീക്ഷ എഴുതിയാൽ പുറത്ത് പോകണല്ലേ, അത്ര വിദ്യാഭ്യാസമില്ല. ഞാനും ഇങ്ങനത്തെ വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിക്കണല്ലേ. നിങ്ങളത് ഉപയോഗിച്ചിട്ട് നിങ്ങളില്ലാണ്ടാവേണ്ട കാര്യം എന്താണത്? എനിക്ക് ഞങ്ങളെ പോലെ വിഡ്ഢികളെ ബോധിപ്പിക്കേണ്ട കാര്യം എന്താണത്? ഒരു ബോധം വേണ്ട. ഇത് ലോകം മൊത്തം കേൾക്കുന്നുണ്ട്, എന്നിട്ടും ആ വെഡിത്തം റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ. ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതാണ്. മൈക്കും വിളിച്ച് ഒരു 10 കിലോമീറ്റർ അകലെ കേൾക്കണ പോലെയാണ് പറയണത്. ഇത് റെക്കോർഡ് ചെയ്ത ഒരു സ്ഥലത്ത് കയറിയ ഡിജിറ്റലായിട്ട് ഇത് കയറി കഴിഞ്ഞാൽ ഒരു 20,000 പേര് വ്യൂസ് വരും. അല്ലെങ്കിൽ ഒരു വീഡിയോയ്ക്ക് ഒരു 20 വ്യൂസ്, 30 വ്യൂസ്, അല്ലെങ്കിൽ 300 വ്യൂസ്, അല്ലെങ്കിൽ 200 വ്യൂസ് വന്നാൽ ഓരോരോ വീഡിയോയ്ക്ക് 80 വ്യൂസ്, 50 വ്യൂസ്, 55 വ്യൂസ് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി അല്ലെങ്കിൽ ഒരു 1000 വ്യൂസ് വന്നു കഴിഞ്ഞാൽ
എല്ലാം കൂടി 20,000 വ്യൂസ് വരും. അപ്പോൾ എല്ലാവർക്കും അറിയാം അതെങ്ങനെയാണെന്ന് വരണേന്ന്, ഏത് ഇൻസ്റ്റാഗ്രാം ആരാന്ന് എന്താന്ന്. അത് കുടിച്ചിട്ട് അകടിച്ച് നടക്കണവർ, ബോധമില്ലാണ്ട് പറയിപ്പിച്ച് പറയണവർ, വെളിവില്ലാണ്ട് പറയണവർ ഇത് പറയുമോ? ഡ്രഗ് അടിച്ച് നടക്കണമെന്ന് പറയാം, നമുക്ക് ഫ്രോഡ്, അവൻ ഇങ്ങനെ ചെയ്യണം, നമുക്ക് കുടിച്ചിട്ട് അകടിച്ച് അവനെ കൊല്ലിക്കാം, അങ്ങനെയല്ല പറയാം. ചെകുത്താൻ വിഡ്ഢികൾ മൊത്തം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്ട്രെങ്ത് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാവരും ഒരു 50,000 പേര്, അല്ലെങ്കിൽ ഒരു 10 പേര്, അല്ലെങ്കിൽ ഒരു 30, 100, 200 പേര്, അല്ലെങ്കിൽ 2 ബില്യണോളം പേര് എതിർക്കാൻ നോക്കുന്നത്. ഇത്രയ്ക്ക് ബോധക്കേടാണ്ടോ നിങ്ങൾക്ക്? ഒരു ശരി വന്നിട്ടുണ്ടെങ്കിൽ 20 ബില്യൺ ആൾക്കാർ വന്നാൽ അവർ തോൽപ്പിക്കാൻ പറ്റുമോ? അതാ പറയണേ, നിങ്ങൾ എന്തിനീ തോൽക്കാൻ വേണ്ടി ഏത് തന്തയ്ക്ക് തള്ളക്ക് ജനിച്ചേക്കണേന്ന്? ഇതിന് ജനിക്കാന്ന് പറയാൻ പറ്റുമോ? പിന്നെ പിന്നെ ഞാൻ പറയാത്തത് അവർക്ക് പറഞ്ഞ പോലെയാണ്. എന്തിന് വേസ്റ്റ്, എന്തിന് ആർക്ക്, നിങ്ങളുടെ തന്തയുടെ തലയുടെ മോന്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? ഈ വേസ്റ്റ് പിടിച്ച മോന്തേന് ജനിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഈ കുടിച്ചിട്ടകടിച്ച് നടക്കും. ആർക്ക് വേണ്ടി ബോധലാണ് കുടിച്ചിട്ടകടിച്ച് നടക്കണത്? സിഗരറ്റും വലിക്കും, ബീഡിയും വലിക്കും, ഗുഡ്കയും കഴിക്കും, ഡ്രഗും അടിക്കും, എല്ലാ വക വൃത്തികേടും കയറ്റി വെച്ചിട്ട് ബോധമില്ലാണ്ട് ധൈര്യമില്ലാണ്ട് സത്ത് കഴിഞ്ഞാൽ എതിർക്കാനും ശക്തിയില്ല. ഇതിനെയാണ് പറഞ്ഞത് ബോധമില്ലാണ്ട് ഡ്രഗ് അടിച്ച് ചാവാന്ന് പറയുന്നത്. ഇതിനെ പിടിച്ചു നിൽക്കാമെന്ന് ആരെങ്കിലും പറയുമോ? ഫ്രോഡ് ജോലി, ഫ്രോഡ് സർട്ടിഫിക്കറ്റ്, പിന്നെ ഡ്രഗ് അടിച്ച് കുടിച്ച് ബോധമില്ലാണ്ട് ഓരോന്ന് ചെയ്ത് കഴുത്തിന് വെട്ടൊരു ചത്താലേ ഒരു ധൈര്യമില്ലാണ്ട് സത്തുനിന്നും മനസ്സിലാക്കലാരും. ഹിജറകളുടെ വിചാരം ധൈര്യമായിട്ട് സത്തുന്നാണ് അവർ. ആൾക്കാരായിട്ട് ഇതുള്ളതിൻ്റെ ഓപ്പോസിറ്റ്, ആൾക്കാരായിട്ട് ഇതില്ലാത്തത്. സോഷ്യലല്ല. പെണ്ണുങ്ങളും ഡ്രഗ് അടിച്ച് നടക്കണവർ ഇതന്നെ ചെയ്തുകൊണ്ടിരിക്കണം. പിൽസ് അബോർഷൻ ചെയ്ത് നടക്കണവർ, സരസ്വതികളും ചോറ്റാനിക്കരമ്മകളും എല്ലാ വക ഡ്രഗ് അഡിക്ട്സ് അബോർഷൻ ചെയ്ത് നടക്കുന്നുണ്ട്. സോഷ്യലിൻ്റെ ഓപ്പോസിറ്റ് ചെയ്തിട്ട് മിസ്കമ്മ്യൂണിക്കേഷൻ. എന്തിനു വേണ്ടിയായി, ആർക്ക് വേണ്ടി ജീവിക്കണേ, ആർക്ക് വേണ്ടി നിരങ്ങി നീങ്ങുന്നത്? ഇതിന് ജീവിക്കാമെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾ സ്വയം? കൃത്രിമമായതിന് വിശ്വസിക്കുക. വെളിവില്ലാത്തവർ ആരെയും ഡ്രഗ് അടിപ്പിച്ചവർ പറയിപ്പിച്ച എന്തെങ്കിലും പറയും. അതിനുവേണ്ടി കൈക്കോട്ട, മെറ്റീരിയലിസ്റ്റിക്, കത്തിക്കുത്ത്, വെട്ട്, റേപ്പ്, മറ്റേത് ബി ജെ പി ഫ്രണ്ട്സിനെ തന്നെ കൊല്ലണു, മറ്റുള്ളവരുടെ തലയിൽ കയറ്റി വെക്കണു. പിന്നെ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് റേപ്പ്, പോലീസുകാർ വരെ ഗുഡ്ക കഴിച്ച് നടക്കുന്നുണ്ട്. ഇതൊക്കെ സിനിമയിലൊക്കെ കാണാൻ വേണ്ടി എന്തിനീ പോണേ? ആർക്ക് വേണ്ടി ഈ ലൈഫ് വേസ്റ്റ് ആക്കണത്? ആർക്ക് വേണ്ടി നിരങ്ങി നീങ്ങുന്നത്? അതിനാണ് പിടിച്ചു നിൽക്കുന്നത്. തെറ്റിദ്ധാരണ, പിടിച്ചു നിൽക്കലിൻ്റെ തെറ്റിദ്ധാരണ, നിലനിൽപ്പില്ല. പിന്നെ ഹിന്ദി കുട്കകളായാലും മലയാളി ചുണ്ണാമ്പായാലും മലയാളി പാൻപരാഗാണെങ്കിലും തമ്മിൽ കൊല്ലിച്ച്, അവർക്കോ മലയാളം അറിയില്ല, അവർ പറയിപ്പിച്ച എന്തെങ്കിലും ചെറിയ വേർഡ്സ് പറയും അവർ കേട്ടിട്ട്. എന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവരെ ഇന്നലെ വന്നവർ, മിഞ്ഞാന്ന് വന്നവർ പറഞ്ഞിട്ട് തലേദിവസം വന്നാൽ കുടിച്ചിട്ട് അകടിച്ച് നടന്നിട്ട് അവരോ അത് ഇവരോ അത്, എന്നിട്ട് തമ്മിൽ കൊല്ലിച്ചിട്ട് ആർക്ക് വേണ്ടി ഈർഷ വൈരാഗ്യം, ആർക്ക് വേണ്ടി മെറ്റീരിയലിസ്റ്റിക് ഈ നശ്വരം നിർജ്ജീവമായതിന് കൊണ്ട് നടക്കുന്നത് ആർക്കറിയാം? അവരെ വിശ്വസിച്ച് കെട്ടിപ്പിടിച്ചിട്ട് മെറ്റീരിയലിസ്റ്റിക് സ്ത്രീകളും ഈ ഭർത്താക്കന്മാർ ചത്തു കഴിഞ്ഞാൽ വേറെ എല്ലാവരുടെ കൂടെ പോകും. അവർക്ക് ഭർത്താക്കന്മാരുടെ സ്വത്ത് കിട്ടും. അതിനു വേണ്ടി കുറേ നാൾ കൂടെ നടക്കും ഭർത്താക്കന്മാരുടെ കൂടെ. സജിലേഷിൻ്റെ കാര്യം പറഞ്ഞില്ലേ? എന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് ഡ്രഗ് അടിച്ച് നടന്ന് ആർക്കോ വേണ്ടി പറയിപ്പിച്ച് പറഞ്ഞ ഡയലോഗും കൊണ്ട് എന്തോ ജീവനില്ലാത്ത അവാർഡ് മേടിച്ച് ഇല്ലാണ്ടാവും. എന്നിട്ട് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഡ്രഗ് അടിച്ച് നടന്നിട്ട് ബോധമില്ലാണ്ട് കഴുത്തിന് വെട്ടേറ്റ് ധൈര്യമില്ലാണ്ട് സത്തുനിന്ന് വരെ അവരുടെ കൂടെ അറിയില്ലേ? അവരുടെ ഭാര്യമാർ വേറെ ഒരാളുടെ കൂടെ പോയോന്നോ, തലയ്ക്ക് സുഖമില്ലാണ്ടായോന്നോ, സ്വത്ത് അവർക്ക് ഭർത്താക്കന്മാരുടെ സ്വത്ത് എഴുതി ഭാര്യയുടെ കയ്യിൽ ഏറ്റുവാങ്ങിയതാണ് ഒന്നും അവരറിയാൻ പോകണില്ലേ. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നത് മാത്രം മിച്ചം, വേസ്റ്റ്. എന്നിട്ടായിരുന്നു കുട്ടി അങ്ങോട്ട് ഇല്ലാണ്ടാവും. സാധാ രീതിയിൽ സംസാരിക്കാറില്ല ഒരാളോട് സ്പെഷ്യലായിട്ട് വന്നു കഴിഞ്ഞാൽ. മലയാളികൾക്കോ നാണക്കേട്. മലയാളി പാരൻസ് ഉണ്ടായിരുന്ന ഏതോ ഹിന്ദി കുട്ടിയെന്ന് പറഞ്ഞ് നടക്കണു. ഇവിടെ ഹിന്ദു മുസ്ലിം റോമൻ കാത്തലിക് വിപരീതം ചെയ്യണമായിട്ട് നിർജ്ജീവം ചെയ്യണവരായിരിക്കും ബന്ധമില്ല. അപ്പോൾ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണവർ മലയാളി പാരൻസിൽ നിന്നുണ്ടായ മലയാളി മുഖത്തേക്ക് സംസാരിക്കാൻ അറിയണം. ഇവിടെ മലയാളം കൂടി പറയുന്നുണ്ട്, അതറിയില്ല. ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്ന കുറേ ഹിസ്റ്ററി ഉണ്ട് അവർക്ക്. എന്നിട്ട് മലയാളികളാണോ എന്ന് പറയണേന്ന് സ്വയം അവർക്ക് നാണക്കേട്. കുറേ കേരള ഫ്ലഡ്സ് വരെ അരുന്നൂട്ടി വാങ്ങും. ഇനി എന്ത് കോണം അരുന്നൂട്ടി വാങ്ങണം ആർക്കറിയാം? ഇനിയും പോയി വരാനുണ്ട് കുറേ സ്ഥലങ്ങൾ. അപ്പോഴും ഈ വെഡിത്തന്നെ മുറുകെ പിടിച്ച് വെഡിത്തത്തിൽ മുറുകെ പിടിച്ചാൽ വഴുതി വീഴും, അരുന്നൂട്ടി വാങ്ങും. അതുകൂടി അവർക്ക് അറിയില്ല. ശരിക്കുള്ളവർ പറഞ്ഞു തന്നാൽ അത് മനസ്സിലാവില്ല.
ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവർ എന്തോ പറയണു, അതും പഠിച്ച് മുറുക്കെ മുഷ്ടിയും പിടിച്ച് കുറുക്കം കുശുട്ട മോന്തയും പിടിച്ച് വെച്ചിട്ട് വളി വിട്ട പോലെ ഇരിക്കും. എന്നിട്ട് ആ വളി വിട്ട മോന്തയോട് ഞാൻ ബോധിപ്പിക്കാൻ പോണത്രേ. എടി എടാ അനിയന്മാര് കുടിച്ച് ഗുഡ്ക കഴിച്ച് നടക്കണവർ ഇത് പറയൂ. ഏഴാമത് ജനിച്ചവർ, മൂന്നാമത് ജനിച്ചവർ, രണ്ടാമത്, നാലാമത്, അഞ്ചാമത്, ആറാമത് ജനിച്ചവർ ആരെങ്കിലും പറയൂ ഇതൊക്കെ പറയണ? മൂത്തവൻ എന്ന് പറഞ്ഞാൽ മൂത്തവൻ, ഒന്നാമത്. ഫുള്ളായിട്ട് സംസാരിക്കാൻ അറിയില്ല നിങ്ങൾക്ക്? അവരിത് സ്പെഷ്യലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർ പറയും. അല്ലെങ്കിൽ വേറെ വല്ല മൂത്തവരാണെങ്കിൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരാണെങ്കിൽ, പ്രത്യേകിച്ച് ചെറിയവരാണെങ്കിൽ, ഏഴാമത് മൂന്നാമത് ജനിച്ചവരും ഡ്രഗ് അടിച്ച് ഇല്ലാണ്ടാവാന്നല്ലാണ്ട് സ്വന്തം ഭാര്യമാരെ അങ്ങനെ പറഞ്ഞില്ലേ തിരിച്ച് പ്രതിഷ്ഠ പങ്കുവയ്ക്കുന്നതെന്ന് അവർക്കറിയില്ല. കൊല്ലിച്ച് നടക്കാൻ അറിയാം. ബി ജെ പി ഫ്രണ്ട്സിനെ BJP-കാരനെ വെട്ടി കൊല്ലണോ? അങ്ങനെ നടക്കണുള്ളൂ. അവിടെ വേറെ എന്തെങ്കിലും ഇവിടെ നടക്കണ്ട? കുറച്ച് ഷാജു എന്ന് പറഞ്ഞ പാരലിസിസ് അവൻ ചാക്കോ എന്ന് പറഞ്ഞിട്ട് ചാക്കോ കുറേ കുട്ടികളിച്ച് നടന്നവനാണ്. ഇംഗ്ലീഷ് മാത്സ് എക്സാം എഴുതി പൊട്ടിയിട്ട് 96-82 മാർക്ക് കിട്ടുമ്പോഴേക്കും ഡ്രഗ് അടിച്ചുകൊണ്ട് നടക്കും. ഇവിടെ 0 മാർക്ക് കിട്ടിയാലും 49 മാർക്ക് കിട്ടിയാലും ഡ്രഗ് അടിച്ചുകൊണ്ട് നടക്കാൻ പോകണില്ലേ? അത് ആൾക്കാരായിട്ട് ഇതില്ലോ ഇല്ലാത്തതാണ് എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾക്ക് എന്താ അത് ആൾക്കാരായിട്ട് ഇതുള്ളതായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടേണ്ടത്? പിടിച്ചുക്കളുടെ തെറ്റിദ്ധാരണ വരുന്നത്. അവിടെ 49 മാർക്ക് കിട്ടിയാലും 96-82 മാർക്ക് കിട്ടിയാലും നീ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണല്ലേ? അത് കഴിച്ചു കഴിഞ്ഞാൽ 20 വർഷം കഴിച്ചാൽ ബോധമില്ലാണ്ട് ഇല്ലാണ്ടാവും എനിക്കറിയാം. പിന്നെ എന്തിനാ അത് കഴിക്കേണ്ട കാര്യം? ഞാൻ പറയാം, ഞാൻ 49 മാർക്ക് കിട്ടിയല്ലേ, ഞാൻ ഒരു 20 വർഷത്തേക്ക് ഗുഡ്കയും കഴിച്ച് ഒരു 10,000 പാക്കറ്റ് അകത്താക്കിയിട്ട് ഞാൻ അതാണ് പിടിച്ചിക്കല അർത്ഥം എന്ന് എനിക്ക് തോന്നിയത്. നമുക്ക് കുറേ നാളുകൾ ചത്ത് കഴിഞ്ഞാൽ ഞാൻ പിടിച്ചു തന്നു, ഞാൻ ഡ്രഗ് അടിച്ച് എൻ്റെ തള്ള ചാവാറായ പോലെ ഞാൻ കുടിച്ച് ഡ്രഗ് അടിച്ച് ചാവാറായി എന്ന് പറഞ്ഞ് ചാവാൻ നിൽക്കുന്ന പിടിച്ചിക്കലാണോ? അതാണോ സോഷ്യല്? അത് മിസ്കമ്മ്യൂണിക്കേഷൻ. ഇപ്പോഴും മനസ്സിലാക്കുന്ന ബോധമല്ലേ? പല മൂത്തവരും ഡ്രഗ് അടിച്ചിനെ കുറിച്ച് നടക്കുന്നവരുണ്ട്, ചെറിയവരും മൂന്നാമത് ഏഴാമത് ജനിച്ചവരും. സ്പെഷ്യലായിട്ട് വന്നതും പറയണതിൻ്റെ അർത്ഥമൊന്നും കണ്ടുണ്ട് നിങ്ങൾ, എന്നിട്ട് മനസ്സിലാക്കാനുള്ള ബോധമില്ല. ബോധത്തോടെ കാര്യങ്ങൾ ചെയ്യാതെ അപ്പം അറിയാം ആരെ ബോധിപ്പിക്കണം, എന്ത് ചെയ്യണം, എവിടെ വെച്ച് എന്ത് പറയണമെന്നൊക്കെ. ഇത് കുറേ കണ്ടുണ്ട്. ഇത് വാതിലും തുറന്നു കഴിഞ്ഞാൽ ലോക്കിൻ്റെ ശബ്ദം തുടങ്ങി. ഞാൻ ലോക്ക് നിങ്ങളുടെ ശബ്ദം കേൾപ്പിക്കാതിരിക്കാൻ ഞാൻ പതുക്കെ തുറക്കാം ഇങ്ങനെ എന്നിട്ട് പതുക്കെ കുറ്റി പറഞ്ഞിട്ട് ഞാൻ തുറക്കാം. എന്തേ? അപ്പം നിങ്ങൾ പറയും ശബ്ദം പറഞ്ഞു. ഞാൻ ഇന്നലെ രാവിലെ ഇവിടെ വന്നോളൂ. അപ്പോൾ നിങ്ങൾ പറയും, അപ്പം നിങ്ങൾ പറയും നിങ്ങൾക്കറിയാം ഞങ്ങൾ ഫോട്ടോ കണ്ടിട്ട് അങ്ങനെയൊക്കെ പറയൂ. നോക്കട്ടെ നിങ്ങൾ പറയാൻ ധൈര്യം ഉണ്ടോന്ന്. എടാ അവൻ്റെ ബോധം ബുദ്ധി വേണ്ടടാ. നിങ്ങളോ ഗുഡ് കഴിച്ചിട്ട് അകർച്ച നടക്കുന്നവർ. അപ്പം ഞാൻ ഇവിടെ വന്നിട്ടില്ല, ഇവിടെ രണ്ടൊരു 6 കാർഡ് എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. 3-4 പേര് വന്നിട്ടുണ്ടായിരുന്നു 24 വയസ്സിൽ. അപ്പോൾ ഞാൻ ചോദിച്ചു ഇങ്ങനെ നിങ്ങൾ ആരും. അപ്പം ഞാൻ മുകളിലൊരുത്തനുണ്ട്. അപ്പം നിങ്ങൾ അപ്പോൾ ക്യാമറ കണക്ഷൻ അങ്ങനെയാണോ? ശരി. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു. എനിക്ക് മലയാളി പാരൻസ് ഉണ്ടായില്ല. മലയാളം പറയണവരല്ലേ, മുഖത്തേക്ക് സംസാരിച്ചോടെ. അത് മലയാളം പറയും. മലയാളം ഇപ്പം നിങ്ങൾക്കല്ലേ നാടക്കെടുത്ത് മുഖത്തേക്ക് സംസാരിച്ചില്ലേ. അപ്പം നിങ്ങൾ പറയാം നിങ്ങൾ ഓടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളെന്തിനാണ് ഒളി നോക്കണേ? നിങ്ങളെന്തിനാണ് ഒളി നോക്കുന്നത്? അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നാ? എൻ്റെ ഇതൊരു 5 മൊബൈൽ പോയിട്ടുണ്ട്. പഴയത് മേടിക്കാണ്ട് പഴയത് മേടിച്ച വീണ്ടും എടുക്കായിരുന്നു, പുതിയത് മേടിക്കാണ്ട്. നിങ്ങൾ മൊബൈൽ പാസ്വേഡ് നോക്കി എന്തെങ്കിലും കുടിച്ച് നിങ്ങളുടെ ഒളി നോക്കാനും എൻ്റെ ഒളി നോക്കാനും ബാക്കിയുള്ള ഞാൻ പോകാറുണ്ട്. ക്യാമറ കണക്ഷൻ എനിക്ക് തരുന്നത് ഞാൻ ആൾക്കാർക്ക് ഇതിലാണ്ട് കുടിച്ചിട്ട് എടുക്കാൻ പോയില്ലല്ലോ. അപ്പോൾ ആ ക്യാമറ കണക്ഷൻ എൻ്റെ മൊബൈൽ വേണമെന്ന് പറയും. അപ്പോൾ നീ പറയും എനിക്ക് നിങ്ങൾക്ക് തരാൻ പറ്റുക, ഞാൻ കുടുംബത്തിലുള്ളതല്ലേ. എടാ നീയാടാ വെഡി. നീ സമയത്ത് അവിടെ ഇവിടെയും കൊണ്ടുവരും. എന്നിട്ട് ഇപ്പം തന്നെ ഇനി നാളെ നീ വന്നോ വാതിൽ തുറന്നു കഴിഞ്ഞാൽ ഇത് പറഞ്ഞാൽ നീ എന്നോട് ചൂറ്റി പോണേ. ഞാൻ ഇവിടെ പറയണേ എവിടെ പറയണേ, നിനക്കെന്താ കുഴപ്പം? ബാക്കിയുള്ളവർ നിങ്ങളൊക്കെ എന്തൊക്കെ വൃത്തികേട് പറയണു, വാട്സാപ്പിൽ എന്തൊക്കെ വൃത്തികേട് പറയണു, ഫോം വിളിക്കണം പറയണു. അതിന് പ്രൂഫ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞ. നിങ്ങൾ കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നത് നിങ്ങൾ പ്രൂഫ് കൊണ്ടുവരാൻ ഞാൻ പറഞ്ഞ. നിങ്ങളെ ഞാൻ ഒളി നോക്കാൻ പോയാ, എന്നെ ഒളി നോക്കാൻ പോയാ, ഞാൻ സ്വയം ബാക്കിയുള്ള ഒളി നോക്കാൻ പോയാ. അവരുടെ മൊബൈൽ പാസ്വേഡ് നോക്കി മൊബൈൽ കാണാണ്ടായിപ്പോൾ ഇവരുടെ മൊബൈൽ കാണാണ്ടായി പൊക്കോട്ടെ, ഞങ്ങൾ മൊബൈൽ വീണ്ടും എടുക്കേണ്ട കാര്യമില്ല, പുതിയത് മേടിക്കാമെന്ന് പറഞ്ഞ. എന്തിനാണ് പൂമ പീമ മാമുക്കോയല്ലേ നിന്റെ കൂടെ തലേദിവസം വന്ന് 5 അടി 6 ഇഞ്ച് കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നത് നിന്റെ കൂടെ? ഇവിടെ എനിക്ക് ദേഷ്യം വരണ്ടെങ്കിൽ ഒരു 20 വർഷം ഡ്രഗ് അടിച്ച് കുടിച്ച് കഴിഞ്ഞിട്ടല്ലേ അത് പറയാ. അത് കഴിഞ്ഞിട്ട് അടുത്ത 20 വർഷം 5 വർഷം കുടിച്ചിട്ട് ഡ്രഗ് അടിച്ച് നടക്കണം. അതെന്തെങ്കിലും ഉണ്ടായില്ല? 5 വർഷമെങ്കിലും അല്ല 1 വർഷമെങ്കിലും.
എന്നിട്ട് പ്ലുച്ചൻ നിന്റെ കൂടെ ആത്മഹത്യ ചെയ്തവരല്ലേ വീട്ടിൽ തനിയന്മാര് ഗുഡ്കയും കടിച്ച് ബീഡി സിഗരറ്റ് വലിച്ചിട്ട് നിന്റെ വക മോന്ത തന്നെയല്ല അതിൻ്റെയും. അവിടെ ഞാൻ എഴുതി വെച്ചു ഈ ഗുഡ്ക കഴിക്കണവർ നമ്മുടെ വീട്ടിൽ നിലകൊള്ളില്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. 2019 ഏപ്രിലിൽ ഡെലിറ്റ് ചെയ്തു. ആ 2019 ഓഗസ്റ്റിൽ ഡെലിറ്റ് ചെയ്തിട്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ നവംബറിൽ ആടായിരുന്നു ട്രെയിനിൽ നിന്ന് എടുത്ത് ചാടി ചത്തത്. എന്നിട്ട് മതിയായിട്ടില്ലേ, ഇപ്പോഴും മതിയായിട്ടില്ലേ. അപ്പം അപ്പോഴും ഞാൻ നിങ്ങൾ സാന്ത്വനിപ്പിക്കാൻ പറഞ്ഞു. എനിക്ക് അങ്ങനെ സെൽഫിഷ്നസ് ഉണ്ടെങ്കിൽ ഞാൻ പറയില്ലേ, നമ്മ കുറേ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ബൈക്ക് മേടിച്ച് കല്യാണം കഴിച്ചതൊക്കെ അല്ലേ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. എനിക്കത് പറയേണ്ട കാര്യം ഉണ്ടായിരുന്ന? നീ എന്തിനാണ് വിഡ്ഢികളുടെ കൂടെ വിഡ്ഢിത്തം പറഞ്ഞായിരുന്നു കുട്ടി വാങ്ങടക്കണം നീ? ഇത് ലാസ്റ്റ് ആയിട്ട് ഇങ്ങനെ പറയുള്ളൂ. ഇത്ര നേരം പറയും വിവരമുള്ള കാര്യങ്ങളല്ല വന്നത്, ലാസ്റ്റ് ഒരു വിവരമുള്ള കാര്യം വന്നത്. നീ ഇങ്ങനെയാണെങ്കിൽ നീ വിഡിത്തം കൊണ്ട് വന്നു കഴിഞ്ഞാൽ നീ നിൽക്കുമെന്ന് ഉണ്ടാ? വാതിൽ തുറക്കുമ്പോൾ നിങ്ങൾ പറയും ചുമരിൻ്റെ ഇവിടെ ചുമര് ഇവിടെ വാതിൽ തുറന്നിട്ടില്ല. നിങ്ങൾക്ക് വീട്ടുകാരെ കാണാനാണ് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം എവിടെ എന്താണെന്ന് വെച്ചാൽ ആണെങ്കിൽ വീട്ടുകാരുള്ളപ്പോൾ വരണം. അത് ഡ്രഗ് അടിച്ച് കൊണ്ട് നടക്കാനും കൊണ്ടുവന്നിട്ട് അങ്ങനെയല്ല വരേണ്ടത്. നീ പറഞ്ഞാൽ ഞാൻ പറയാം നീയും ഡ്രഗ് അടിച്ച് നടന്നിട്ടുണ്ടെന്ന് പറയോ? ഞാൻ എവിടെ ഡ്രഗ് അടിക്കണോ? നിന്റെ കോത്തിലത്തെ ഡ്രഗ് അടിക്കുകയല്ലേ ഞാൻ ചെയ്യണത്. മനുഷ്യരാണ് എന്തെങ്കിലും ചെയ്യും, മനുഷ്യരുടെ സഹജം. അല്ലെ ഡ്രഗ് അടിച്ച് നടക്കണമെന്നാണ് പറഞ്ഞത്. അവൻ്റെ ഒരു വെള്ളം ചീറ്റല് ഇവിടെ ചുമരുമ്പോൾ നിറച്ച് വെള്ളമാണല്ലോ. ചുമരുമി വെള്ളം തിറപ്പിച്ച് വന്നൊക്കെയാണ്. ഞാൻ അത് അറിയില്ല എന്ന് വിചാരിച്ചിട്ടുണ്ടോ? എന്തൊരു നാണം കെട്ട വെഡിത്തട നിന്റെ. വീട് അവിടെ കിടക്കണു, സ്റ്റെപ്പ് ഇവിടെ കിടക്കണു, സ്റ്റെപ്പുമേ അവിടെ വെള്ളം തിളപ്പിച്ചേക്കണേ. നിനക്കൊരു ബോധക്കേട് ഇട്ടാ നിനക്ക്? നീ പറഞ്ഞ ഡ്രഗ് അടിച്ച് നടക്കണ വെഡിത്ത ഞാൻ മൊത്തം വിശ്വസിക്കണം അല്ലേ? ഒന്ന് വാതിൽ തുറന്ന എന്താന്നുള്ള നിന്റെ മോന്തി കുറ്റിയും വെച്ചിട്ട് ഏതോ ഡ്രഗ് അടിച്ചിട്ട് നടന്നു പറഞ്ഞിട്ട് മുഖത്ത് നോക്കി പെണ്ണായാലും ഏത് ഫോണായാലും മുഖത്ത് സംസാരിക്കാറിയോ നിങ്ങൾക്ക്? സാധാ രീതിയിൽ സംസാരിക്കാറിയോ? ഇൻട്രസ്റ്റ് ആയിട്ട് ഇല്ല. പിന്നെ എന്തുകൊണ്ട് ആവശ്യത്തെ വളച്ചൊടിച്ച് കൊണ്ടുവരണം നീ? ഇവിടെ സ്പഷ്ടമായിട്ടുള്ള കാര്യങ്ങൾ പറയണേ. ഏത് പഴകിയ വിഡ്ഢിയുടെ ബുദ്ധിയാണ് നിന്റെ ബുദ്ധി എന്ന് പറയാൻ പറ്റും? ശോഷിച്ച കഴുത ബുദ്ധി. ഡ്രഗ് അടിച്ച് കുടിപ്പിച്ച് നടന്നിട്ട് തമ്മിൽ കൊല്ലിച്ച് നടക്കാൻ അറിയാം. കുറെ ബാഹുബലിയും കോണോ അവരൊക്കെ വീട്ടിൽ റൂമിലിരുന്ന് ഡ്രഗ് അടിച്ച് നടക്കുന്നുണ്ട്, പോയി നോക്ക്. ബോധമില്ലാത്തവർക്ക് വെളിവില്ലാത്തവർക്ക് ഡ്രഗ് അടിപ്പിച്ചവർ കുറെ ഡയലോഗ് പറയിപ്പിക്കും. ഡ്രഗ് അടിപ്പിച്ചവർ കുറെ കൈ അടിക്കാൻ പോകും. ആർക്ക് വേണ്ടി വേസ്റ്റ് ചുമക്കണേ? പണ്ടുള്ള ബോധമൊന്നുമില്ല ഒരിക്കലും അവർക്ക്. കുറെ ഡ്രഗ് അടിച്ച് കുറെ എന്തൊക്കെയോ കയറ്റി അകത്താക്കിയിട്ട് ബോധമില്ലാത്ത പോലെ കിടക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം തിളപ്പിച്ച് കൊടുത്ത് ആരെങ്കിലും ഉണർത്തി വെച്ച് ഡ്രഗ് അടിപ്പിച്ചവർക്ക് കൊല്ലിക്കണ പോലത്തെ ഒരു സഹായം. മുഖത്ത് നോക്കി വന്നൊരു വൃത്തികെട്ടൊരു മോന്തണ്ടല്ലോ, പഴയ ഷർട്ട് ഉണ്ട്, ആ വക തടിച്ച മോന്തി കൊണ്ട് മുഖത്ത് നോക്കി ആ രീതിയിൽ സംസാരിക്കാൻ പറ്റണം. അതല്ലേ വാള് എന്ന് പറഞ്ഞിരിക്കും. കുറെ ഹീജറകളുണ്ട്, പിൽസ് അബോർഷൻ ചെയ്യണ പെണ്ണുങ്ങളുണ്ട്, കുറെ പുരുഷന്മാരെ ഡ്രഗ് അടിച്ച് നടക്കണവരും. ആർക്ക് വേണ്ടിയാണ് നീ പുരുഷനായത്? ഇതിൻ്റെ തന്ത തള്ളയ്ക്ക് വേണ്ടിയാണ് ഡ്രഗ് അടിച്ച് നടന്നവർക്ക് വേണ്ടിയാണ്. പിന്നെ ഹിജടയും ഷിഗണ്ടിയും അവൻ്റെ പെണ്ണും എല്ലാ വക ഒരു കോലാഹലം, ഒരു വൃത്തികെട്ട വേസ്റ്റ് ഗ്രൂപ്പ്. കുറെ പെണ്ണന്മാരും കുറെ മന്ദനും കുറെ കുനികളും കുറെ ഡ്രഗ് അടിച്ച് നടക്കുന്നവരും മൊത്തം കുഴപ്പമാണ് എല്ലാം. നാണം കെട്ട വെട്ടി. ആദ്യേ നീ നന്നാവ്, മാറാൻ നോക്ക്. എന്നിട്ട് എൻ്റെ തലയിൽ കയറി ഞാൻ മരിക്കാൻ എൻ്റെ കാര്യം ചെയ്യുന്ന വരണല്ലേ, എൻ്റെ തലയിൽ കയറി നിന്നിട്ടേ തൂറാൻ പഠിക്കുന്നു. എൻ്റെ തലയിൽ കയറി നിന്നിട്ടേ നീ വിടാൻ നോക്ക്. നിന്റെ കാര്യം നിന്നെ ആദ്യം നീ നന്നാക്ക്. ഈ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നിട്ട് സ്വന്തം വീട്ടുകാരുണ്ടല്ലോ ഡിസ്കസ് ചെയ്യും. ഛർദ്ദിച്ച ഫ്രൈഡ് റൈസും കഴിച്ച് കക്കൂസയിലും ഛർദ്ദിച്ചിട്ട് അവരെ വീട്ടുകാരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് വൃത്തിയാക്കിപ്പിച്ചിട്ട് ഡ്രഗ് അടിപ്പിച്ച് കുടിപ്പിച്ചിട്ട് തന്ത തള്ളേനും കുറ്റം പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിലിരിക്കും. തന്ത തള്ള ഇങ്ങോട്ട് കുറ്റം പറയാതിരുന്ന കുഴപ്പമില്ലായിരുന്നു. തന്ത തള്ള ഇങ്ങോട്ടും അവർ പറയണ ഞാൻ കുടിപ്പിച്ച് തന്നിട്ട് സ്വയം വീട്ടുകാരെയും കൂട്ടുകാരും എല്ലാം കുടിച്ചിട്ട് പറഞ്ഞു തന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരാണത്. എന്നിട്ട് എനിക്കത് കൊള്ളുണ്ടെങ്കിൽ ഞാൻ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കില്ലേ, ഞാൻ പറയാൻ പോവില്ലേ? അത് എൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ എന്തൊരു വൃത്തികെട്ട ഒരു ഗ്രൂപ്പാണ് അതിൻ്റെ വേസ്റ്റ്.
ഈ ഗ്രൂപ്പൊക്കെ ചിതറി പോയിട്ട് മര്യാദയ്ക്ക് സ്വയം നന്നാവാൻ അറിയില്ല നിങ്ങൾക്ക്? എന്താ നിന്റെ കുരുട്ട് കണ്ണ് ഒന്നുകൂടി കുരുട്ടാവുണ്ട് നിന്റെ ഒക്കെ കുരുട്ട് കണ്ണുകളുണ്ടല്ലോ, വേസ്റ്റ്. ഏതോ വൃത്തികെട്ട തന്ത തള്ളക്ക് ജനിക്കും, വൃത്തികെട്ട നാവ് ഉപയോഗിക്കും, ഏതോ വൃത്തികെട്ട നശ്വരമായ ശവങ്ങളെ ആരാധിക്കും. എന്നിട്ട് നിരങ്ങി നീങ്ങി വേസ്റ്റ് പോലത്തെ ഒരു കുറെ പഴകിയ 68 വയസ്സ് ശവങ്ങളും ബുദ്ധിമാരേക്ക് ഉപയോഗിക്കാൻ അറിയില്ലേ. എന്നിട്ട് അരന്ന് കുട്ടി അങ്ങനെ ചാവ് വേസ്റ്റ് പോലെ. ആർക്കും വേണ്ട, അവർക്കും അവരെ വേണ്ട, അവരെ കുടിപ്പിച്ചവർക്കും അവർക്ക് വേണ്ട. ഡ്രഗ് അടിച്ചു കുടിച്ച് നടന്നോ? ആർക്ക് വേണ്ടിയിട്ട് ചെയ്യണം നീ സ്വയം കൊല്ലിച്ചോണ്ടിരിക്കണം തമ്മിൽ? പെണ്ണും അവന്റെ പിൽസും പെണ്ണനും ശിഖണ്ഡിയും പ്രകടിച്ച പുരുഷന്മാരും. നിങ്ങളത് കേട്ടിട്ടേ ഇല്ലാണ്ട് അവനെ വേണം. ബാക്കി ഒരു ഡ്രഗ് വിട്ടി പറഞ്ഞിരുന്നു പണ്ട് രാജസ്ഥാനിൽ. ഞാൻ 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 പറയുന്നത് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ നിങ്ങളൊക്കെ നിരക്ഷരവാദിയായിരുന്നു. അത് ഞങ്ങളൊക്കെ ഒന്നും ഇല്ലാത്ത പോലെയാവുന്നു. നിങ്ങൾ ഒന്നാമത് ഇല്ലാത്തവരാണ്. നിരക്ഷരാത പറഞ്ഞ് നടക്കണം ഈ വിഡ്ഢികൾ. ഡ്രഗ് അടിച്ച് നിരക്ഷരാത പറഞ്ഞ ഹിന്ദുസ്, മുസ്ലിംസ് പറഞ്ഞ ഡ്രഗ് അടിച്ച ഖുറാൻസ് തമ്മിൽ അടികൂടുന്നവർ, കൂട്ടി വാങ്ങണവർ, റോമൻ കാത്തലിക്സ് ബൈബിളൊന്നും മൊത്തം വായിക്കാണ്ട് എന്തൊക്കെയോ ഡ്രഗ് അടിച്ച് നടക്കണവരെ ആരാധിച്ചിട്ട് തന്ത തള്ളയുടെയും കൂട്ടി വാങ്ങൽ, അതേപോലെ പിഴവ് കാണിക്കണവർ, വിപരീതം ചെയ്യണവർ, പാതിരികളുടെ ആവശ്യമില്ലെന്ന് പറയുമ്പോൾ പാതിരികൾ കഷ്ടത്തിൽ ഫോട്ടോ എടുക്കണവർ. നിരീശ്വരവാദത്തിൻ്റെ ഒരു ഗ്രൂപ്പാണ്, വേസ്റ്റ് ഗ്രൂപ്പ്. ഇവരെന്നെ പറയണം, അവർ തന്നെ സ്വയം ഇല്ലാണ്ടാവണ പോലെ ഉണ്ടത്. നിങ്ങൾ ഇല്ലാണ്ട് തന്നെ ആവണം. ബോധമില്ലാത്തവർ ഇവിടെ ഭൂമിക്ക് പാരായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. എത്ര 300 വർഷം ജീവിക്കാനുള്ള അർഹത എന്തെങ്കിലും നിത്യായുസ് മരുന്ന് കിട്ടിയാലും നിങ്ങൾ ഇങ്ങനെ ഒരു പിഴവ് കാണിച്ച് സീജറോയുടെ പോലെ ആത്മഹത്യയാണല്ലേ, ആ ടൈപ്പിൽ ഇല്ലാണ്ടാവാൻ തന്നെ വേണം. നിങ്ങൾക്ക് ഭൂമിയിലെ അധികം ഭാരമായിട്ട് ഇങ്ങനെ ജീവിക്കേണ്ട കാര്യമില്ല. വേസ്റ്റുകളുണ്ടല്ലോ, ആത്മഹത്യ ചെയ്യേണ്ടവർ ഇങ്ങനെ ഭാരമായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല. അവൻ്റെ പെണ്ണും അവൻ്റെ പിൽസും കുറെ മണിയും ഡ്രഗ് അടിച്ച് നടക്കണവരും, കുറേ ശിഖണ്ഡികളും ഈച്ചടകളും.